യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. 5-ാമത്തെ അധ്യായമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഈ ഭൗമിക ഭവനം അല്ല പ്രാധാന്യത, ഇതഴിഞ്ഞു പോയാലും വേണ്ടില്ല, ഒരു നിത്യഭവനം, അല്ലെങ്കിൽ ആ ഭവനത്തെ ഒരു കൂടാരം, ആ കൂടാരത്തിൻ്റെ മേൽ തേജസ്സുള്ള ധരിക്കുവാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കൂടാരം ബിൽഡിംഗ് അല്ല, കൂടാരം ഭവനമല്ല, കൂടാരം എന്തുവാ? ഈ ശരീരമാണ്. കാര്യം അതിൻ്റെ മേൽ, ആ കൂടാരത്തിൻ്റെ മേൽ തേജസ് ധരിക്കുവാൻ എന്ന് നമ്മൾ എഴുതിയിരിക്കുമ്പോൾ നമുക്കറിയാം ഇതെന്തുവാണ്? ഇത് നമ്മുടെ ശരീരം. അതിൻ്റെ മേൽ ആ സ്വർഗീയ ശരീരം, അല്ല തേജസ്സുള്ള ശരീരം ധരിക്കുവാൻ വാഞ്ചിപ്പീൻ. അതിൻ്റെ 6-ാമത്തെ വാക്യം, കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് നിർത്തിയത് വാക്യങ്ങളാണ്, ഒന്നുകൂടെ വായിക്കും. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ആകയാൽ നമ്മൾ അധൈര്യപ്പെടുന്നില്ല, ധൈര്യപ്പെട്ട്. എല്ലായിടത്തും എന്തോ എഴുതിയിരിക്കുന്നത്? അധൈര്യപ്പെടല്ല. അപ്പം നമ്മളൊന്ന് ആത്മീയമായിട്ട് വളരുമ്പോൾ, എല്ലാവരും പറയുന്ന കാര്യമല്ലേ, കർത്താവിൻ്റെ സന്ധിയിൽ ഒന്ന് അടുക്കുമ്പോൾ, ഒന്ന് ഉപസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒന്ന് അടുക്കുമ്പോൾ അപ്പോഴായി ശോധന കൂടുന്നത്. സത്യമാണ്. അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ, വേർപാടില്ലാതെ ജീവിച്ചോ, ഒരു കുഴപ്പവുമില്ല. സാത്താൻ തന്നെ സഹായിക്കും, പല ഭൗമിക വിഷയത്തിനും എല്ലാം സാത്താൻ തന്നെ സഹായിക്കും. പക്ഷെ നമ്മളൊന്ന് കർത്താവിൻ്റെ സന്ധിയിൽ അടുക്കുമ്പോൾ എവിടൊക്കെ ബ്ലോക്ക് ചെയ്യാമോ, എവിടൊക്കെ പ്രശ്നങ്ങളുണ്ട്, എവിടൊക്കെ ബോംബുകൾ പൊട്ടിക്കാമോ, അവിടെയൊക്കെ സാത്താൻ എന്ത് ചെയ്യും? പൊട്ടിക്കും. പക്ഷെ ഇതൊന്നും നമ്മൾ ഏക്കത്തില്ലെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കാരണവും എഴുതിയിട്ടുണ്ട്. ഇനി പ്രൈസ് ലോർഡ്, അതിൽ ഒരു പുകയൊക്കെ വന്നാലും അതൊന്നും വിഷയമല്ല. കാരണം എന്തോ ഇവിടെ എഴുതിയിരിക്കുന്നത്? അധൈര്യപ്പെടാതെ, ധൈര്യപ്പെട്ട് നമ്മൾ അകന്നിരിക്കുമ്പോഴൊക്കെ നമ്മുടെ വിഷമം എന്തുകൊണ്ട്? എന്തിനാണ് ഈ വാഞ്ചിപ്പീൻ, ദാഹിപ്പീൻ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്? കർത്താവിനോട് ചേർന്നിരിപ്പാൻ. നമ്മൾ എത്ര ഈ ലോകത്തിൽ നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാനും ഏകാഗ്രതപ്പെടാതിരുന്നാലും പല ഭൗമിക വിഷയങ്ങൾ നമ്മൾ എന്തു ചെയ്യും? നമ്മുടെ ഏകാഗ്രതയും കളയും, നമ്മുടെ സന്തോഷവും കളയും. കാരണം നമ്മൾ ഇത്രയും ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെ എൻ്റെ ഭൗമിക ശരീരം കർത്താവിൽ നിന്ന് അകന്ന്, സ്വർഗത്തിൽ നിന്ന് ഞാൻ മാറി ദൂരെ ഈ ലോകത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ, ഈ താൽക്കാലിക ലോകത്തിൽ ഒരു പരദേശിയായിട്ട് ഞാൻ നിൽക്കുക. ഇനി ഈ പരദേശിയായ ഞാൻ എന്ത് ചെയ്യണം? എനിക്കറിയാമല്ലോ, ഗൾഫിലും ഇപ്പം മൈഗ്രേഷൻ ആയതുകൊണ്ട് പിന്നെ ടാറ്റ പറഞ്ഞങ്ങ് അറിയാത്ത ഭാഷ ഉള്ള നാട്ടിലേക്ക് പോകും ആൾക്കാർ. പിന്നെ അവിടെ ചെന്ന് ഈ ഭാഷയൊക്കെ പഠിച്ച് വരുമ്പോഴത്തേക്ക് ഒരു 10-30 വർഷം കൂടി പിടിക്കും. കാര്യം നമുക്ക് ഇത്രയും നാളായിട്ട് നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ മലയാളം പോലും പറയാറായിട്ടില്ലല്ലോ. പിന്നെ ഇത്രയും വയസ്സായിട്ട് പിന്നെ ഇനി വേറൊരു കേട്ടിട്ടില്ലാത്ത ഒരു അന്യഭാഷ എങ്ങനെ എനിക്കറിയത്തില്ല. പക്ഷെ ഒത്തിരി പേര് പോകുന്നുണ്ട്, പല കാരണങ്ങളാൽ പോകുന്നുണ്ട്. പക്ഷെ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? ഗൾഫിലോ വടക്കേന്ത്യയിലോ ഒക്കെ ആയിരുന്നു ജോലി ചെയ്യാൻ പോകുന്നത്. ഇനി എവിടെ ആണെങ്കിലും, വേറൊരു രാജ്യത്താണെങ്കിലും ജോലി ചെയ്യുമ്പോഴെല്ലാം അവരുടെ മനസ്സിലുള്ള അനുഭവം എന്തുവാ? ഞാനിവിടെ അവർ താൽക്കാലിക ഭവനത്തിൽ താമസിക്കും, എന്തെങ്കിലും ചെറിയ ഭവനത്തിൽ തൽക്കാലം എന്ത് ചെയ്യണം? ഒന്ന് താമസിക്കണം. പിള്ളേരൊക്കെ വളരുന്നുണ്ട്, പിള്ളേരൊക്കെ വലുതാവുന്നുണ്ട്. പക്ഷേ അതൊന്നും പിള്ളേരോടൊക്കെ പറയും, ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് താമസിച്ചാൽ നമുക്ക് നാട്ടിൽ എന്ത് ചെയ്യാം? ഒരു വലിയ ഭവനമൊക്കെ നമുക്ക് പണിത്, അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഇച്ചിരി നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പിശുക്കിയൊക്കെ താമസിച്ച്, ഇവിടെ ആരും കാണാനൊന്നുമില്ല, ഇവിടെ നമ്മുടെ നാട്ടുകാരല്ലല്ലോ, നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യണം? നമുക്ക് നല്ലൊരു എന്നുള്ള ആ പരദേശി നിത്യ അഡ്രസ്സ്. പക്ഷേ ഈ നിത്യ അഡ്രസ്സ് പോലും താൽക്കാലികമാണെന്നാണ് ദൈവവചനം പറയുന്നില്ലേ? കാഹള ഊതുന്നവരെ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഇവിടെ ഒരു പണിയും ശേഷിക്കത്തില്ല എന്ന് വെളിപ്പാട് പുസ്തകം പറഞ്ഞു. കർത്താവ് ഓരോ ക്രോധ കലശം അങ്ങോട്ട് ഒഴിക്കുമ്പോൾ എല്ലാം കത്തി നശിക്കും. പില്ലറാണേലും എന്ത് അല്ലെങ്കിൽ ഹെവി ആയിട്ട് പണിതാൽ ഇതെല്ലാം കത്തി നശിക്കും. ഇവിടെയുള്ള പണികളൊന്നും. അപ്പം ഇതിനെ കൂടുതൽ സ്നേഹിക്കേണ്ട. പിന്നെ എന്തുവാ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ പരദേശിയായിട്ട് കർത്താവിൽ നിന്ന് ദൂരസ്ഥനായിട്ടിരിക്കുന്നു. പക്ഷേ അടുത്ത വാക്യത്തിൽ എന്തുവാ? വിശ്വാസത്താൽ ഞാൻ കർത്താവിനോട് ചേർന്ന്. 7-ാമത്തെ വാക്യം വായിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചത് ഈ വാക്യം പലരും തെറ്റിച്ച് പഠിപ്പിച്ച് കാഴ്ചയാലല്ല വിശ്വാസത്താൽ കിട്ടിയെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞ് തെറ്റിച്ച് പഠിപ്പിക്കുന്ന ഒരു വാക്യം അതല്ല. 1-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു വരിക. എന്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? ഒരു വലിയ രൂപാന്തരത്തെ പറ്റിയാണ് കർത്താവ് പറഞ്ഞു. ഈ ഭൗമിക ശരീരം അഴിഞ്ഞു പോയാലും വേണ്ടില്ല, അകത്ത് കർത്താവ് സ്വർഗത്തിൽ കർത്താവിനോടുകൂടി നിത്യമായിട്ട് വസിക്കുവാൻ ഒരകത്തെ മനുഷ്യനെ, ഒരു നിത്യ മനുഷ്യനെ കർത്താവ് ഒരുക്കുന്നുണ്ട്. ആ പ്രോസസ്സ് അകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾക്കാർക്കും എൻ്റെ അകത്തുള്ള പ്രോസസ്സ് കാണാൻ പറ്റുമോ? എൻ്റെ അകത്തെ മനുഷ്യൻ വളരുന്നുണ്ട്.
നിങ്ങളെ ആരെങ്കിലും പുറത്ത് നോക്കി എനിക്ക് പെട്ടെന്ന് ആത്മീയരാണോ അല്ലയോ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ നോക്കി പറയാൻ പറ്റില്ല, എനിക്ക് നിങ്ങളെ നോക്കി പറയാൻ പറ്റില്ല. കാഴ്ചയാൽ. പക്ഷേ നിങ്ങൾക്ക് പുറത്ത് നോക്കി എൻ്റെ ക്ഷീണം വേണേൽ പറയാം. എൻ്റെ മുടി നരയ്ക്കുന്നതും എൻ്റെ തൊലി ചുളുങ്ങുന്നതും ഞാൻ കൂനിപ്പോകുന്നതും ഒക്കെ പ്രായം വന്നുകൊണ്ടിരിക്കുമ്പോൾ മാറ്റങ്ങളുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നോളല്ല, എല്ലാവർക്കും മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ എൻ്റെ പുറത്തുള്ള ക്ഷീണം, എൻ്റെ ദേഹത്ത് നടക്കുന്ന ക്ഷീണം, ഇപ്പം ഞാൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ നടുവിനൊരു കൈയൊക്കെ വെച്ചിട്ട് പതുക്കെയൊക്കെ എഴുന്നേക്കും. പ്രായമുള്ള നമ്മുടെ കൂടെ പണ്ടുണ്ടായിരുന്ന ഒത്തിരി പ്രായമുള്ള ആൻറ്റി ഇപ്പോഴും ഉണ്ട്. ആൻറ്റിയോട് ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് ആൻറ്റി കട്ടിലെന്ന് എഴുന്നേറ്റപ്പോൾ നടുവും ഉളുക്കി. പിന്നെ ഒരു 2 മാസം ആ ഉളുക്കും കൊണ്ട് കാണും. അപ്പം പറഞ്ഞു, പഴയ പോലൊന്നും എഴുന്നേക്കാൻ പറ്റത്തില്ല, എന്ത് ചെയ്യണം? ആദ്യം ഇങ്ങനെ ചരിഞ്ഞ് കിടക്കണം, പിന്നെ പതുക്കെ കാലൊക്കെ എടുത്ത് ഇരിക്കണം, പിന്നെ ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റാൽ മതി എന്ന്. അപ്പോൾ അതന്നെ പുള്ളിക്കാരത്തി അങ്ങനെ ആയിരുന്നോ? ഓടി നടന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരി, വീട്ടിലെ കാര്യവും ഭർത്താവ് വീട്ടിലായിരുന്നു, വീട്ടിലെ കാര്യവും വെളിയിലെ കാര്യവും എല്ലാ കാര്യവും ചെയ്ത് ആ വ്യക്തിയെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ ശരീരത്തിലൊക്കെ എന്ത് വരും? എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും എന്ത് വരും? ക്ഷീണങ്ങൾ വരും ശരീരത്തിൽ. ആ ക്ഷീണങ്ങൾ നിങ്ങൾക്ക് കാണാം. എൻ്റെ അകത്തെ മനുഷ്യൻ്റെ വളർച്ച, എൻ്റെ അകത്തെ മനുഷ്യൻ കർത്താവിനോട് ചേരാനുള്ള ആഗ്രഹം, വാഞ്ച ഒന്നും കാണത്തില്ല. കാഴ്ചയാൽ നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വിശ്വാസത്താൽ എൻ്റെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ കർത്താവിനോട് അടുത്തുകൊണ്ടിരിക്കുക. അതാർക്കും കാണത്തില്ല, കാഴ്ചയാലല്ല. ആത്മീയ വളർച്ച, ആത്മീയ കർത്താവിനോട് അടുപ്പം ഇത് കാഴ്ചയാലല്ല, ഇത് എന്തുവാണ്? വിശ്വാസത്താൽ. ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതം ഈ ദിവസങ്ങൾ വിശ്വാസത്താൽ കർത്താവിനോട് അടുക്കണം, ഒരു പുതുക്കം പ്രാപിക്കണം, കർത്താവിനോട് അടുക്കണം. അപ്പം കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. 8ാമത്തെ വാക്യം, ഇപ്പം ഞാൻ ആത്മാവിൽ കർത്താവിനോട് സമീപസ്ഥനാണ്, ശരീരം കൊണ്ട് കർത്താവിനോട് കോടിക്കണക്കിന് കിലോമീറ്റർ അകന്നായിരിക്കുന്നത്. എത്ര വിഷമമുള്ള കാര്യം! എത്ര നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ വാട്സാപ്പിൽ കൂടെ കാണാമെന്ന് പറഞ്ഞാലും വാട്സാപ്പിൽ ഞങ്ങൾ അടുത്തിരിക്കുക. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ വേറൊരിടത്ത് ജോലി ചെയ്യുക, എൻ്റെ കുടുംബം ഇവിടെ നാട്ടിലാണ്. എൻ്റെ അപ്പനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടും ഒക്കെ ഞാൻ 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, 10 വർഷമായി, വിശ്വാസി വന്നിട്ട് എത്ര വർഷമായി, ഈ വർഷം മുഴുവൻ ഞാൻ വാട്സാപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. വാട്സാപ്പോ എന്തെങ്കിലും IMOയോ ഗൂഗിൾ മീറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം എന്തെങ്കിലും ഇതുപോലുള്ള വീഡിയോ കോൺഫറൻസിങ്ങിൽ കൂടി ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ കുടുംബത്തിൽ. പക്ഷേ ശരീരം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അവരെ കാണാൻ, ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ, ഒന്ന് സംസാരിക്കുവാൻ, ഒന്ന് അവരുടെ കൂടി ഇരിക്കുവാൻ, അവരുടെ കൂടി യാത്ര ചെയ്യുവാൻ, ഒന്നും അവരോട് കഴിക്കുവാൻ ഒന്നും പറ്റുന്നില്ല. ശരീരം കൊണ്ട് ഞാൻ എന്തുവാ? അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മനസ്സിലെ ആഗ്രഹം എന്തുവായിരുന്നു? എങ്ങനെയെങ്കിലും ഈ ജോലി കുറേ കഴിഞ്ഞ് ഭ്രാന്ത് വന്ന് എന്ത് ചെയ്യും? ജോലിയെല്ലാം റിസൈൻ ചെയ്തിട്ട് പലരും അങ്ങനെ വന്നിട്ടുണ്ട് നാട്ടിൽ. അവധിയും കിട്ടുന്നില്ല, ഒട്ട് നാട്ടിലാകപ്പാടെ പ്രശ്നമാണ്. ഈ ജോലിയെല്ലാം കൂടി റിസൈൻ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? എനിക്ക് എൻ്റെ കുടുംബത്തോട്. അങ്ങനെ മനുഷ്യർ ചിന്തിക്കാറില്ലേ? അങ്ങനെ മനുഷ്യർ പക്ഷേ ഈ കർത്താവിനോട് അടുക്കുന്ന കാര്യം ആരും എന്നെ ചിന്തിക്കാത്ത. ആത്മീയ പ്രത്യാശ ബലമുള്ളിടത്തോളം കാലം നമ്മൾ എന്ത് ചിന്തിക്കണം? എന്ത് ചിന്തിച്ച് പോകും? ആത്മാവിൽ നമ്മളെ ഒരുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തിൽ ഭവനമുണ്ടേലും ഭവനമില്ലേലും കുഴപ്പമില്ല, ഈ വാഹനമുണ്ടേലും ഇല്ലേലും, ഇനി എന്തെങ്കിലും വാഹനമൊക്കെ എന്തിനാണ്? ഭവനം എന്തിനാ? ഒന്ന് വെയിലും മഴയും കൊള്ളാതെ താമസിക്കാൻ ഒരു മറ. വാഹനം എന്തിനാ? ഒരു സ്ഥലത്തും നമ്മൾ ഒരു സ്ഥലം വരെയും കൊണ്ടുപോകാൻ. അതിന് എന്താണേലും കുഴപ്പമില്ല, അതിന് ജോലി എടുക്കുന്നുണ്ടല്ലോ, ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, വസ്ത്രം ഇടുന്നുണ്ടല്ലോ, അത് മതി. അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് മുൻപോട്ട് ആത്മീയമായിട്ട് ക്ഷീണം വരില്ല. ആത്മീയമായിട്ട് എൻ്റെ അകത്തെ മനുഷ്യൻ കർത്താവിനോട് നാൾക്ക് നാൾ അടുത്തുകൊണ്ടിരിക്കണം. എൻ്റെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ലെവൽ, കർത്താവിൻ്റെ മണവാട്ടിയാകാൻ ഒരു വളർച്ച, സകലത്തിലും ക്രിസ്തുവിൻ്റെ തലയോളം വളരണം, കാഴ്ചപ്പാട് മാറണം, ചിന്താഗതി മാറണം. ഞാൻ ഏതിനാണ് ഫോക്കസ് കൊടുക്കുന്നത്, ഏതിനാണ് പ്രാധാന്യത കൊടുക്കുന്നത്, അവിടെയൊക്കെയാണ് കർത്താവ് നോക്കുന്നത്. അല്ലാതെ ഞാൻ ഇപ്പോഴും ലോകത്തിന് ആ പ്രാധാന്യത കൊടുക്കുന്നെങ്കിൽ കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടത്തില്ല സഹോദരങ്ങളെ. ഞാനും എടുക്കപ്പെടത്തില്ല, നിങ്ങളും എടുക്കപ്പെടത്തില്ല. അറിയാതെ അതുകൊണ്ടാണ് സാത്താൻ ഈ ലോകമെല്ലാം നമ്മുടെ ഉള്ളിൽ കൊണ്ടിരുന്നത്. ലോകം, ഈ ലോകത്തിലെ ജീവിതം സുഖമായിട്ടിരിക്കണം, സന്തോഷമായിട്ട്, എല്ലാം നന്നായിട്ട്. അത് ജാതികളും ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരും ജഡത്തിൽ ചിന്തിക്കുന്നതല്ലേ. നമ്മളെ ഹല്ലേലൂയ അഭിഷേകം ചെയ്ത് എന്തിനാ? നമ്മൾ രക്ഷിക്കപ്പെട്ട എന്തിനാ? സ്നാനപ്പെട്ടത് എന്തിനാ? കർത്താവിൽ വസിക്കുന്നത് എന്തിനാ? കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് എന്തിനാ? നമ്മളെ ഒരുക്കുവാൻ. ശരീരം കൊണ്ട് 8ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. അപ്പം 6ാമത്തെ വാക്യത്തിലും 8ാമത്തെ വാക്യത്തിലും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പറയുക, ഞങ്ങൾ ധൈര്യപ്പെട്ട്. ഇത്രയും നേരവും 4-ാം അധ്യായം 5-ാം അധ്യായം വായിച്ച അധൈര്യപ്പെടരുത്, അപ്പോൾ ഈ ആത്മീയ ഒരുക്കുന്ന പ്രോസസ്സ് ആയിക്കോട്ടെ. നിങ്ങൾ ഗ്രാനൈറ്റ് കണ്ടിട്ടുണ്ടോ? മുറിക്കാത്ത ഗ്രാനൈറ്റ് കണ്ടിട്ടുണ്ടോ?
ആന്ധ്രയിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നത് നമ്മുടെ എല്ലാം എപ്പോൾ ഹൈവേ പോയാലും ലോറി കൊണ്ടുവന്ന് കാണാം. നമ്മൾ നോക്കുമ്പോൾ തിളങ്ങാത്ത നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഒരു കരിങ്കല്ലിൻ്റെ ഒരു കഷ്ണം, വലിയൊരു ഗ്രനൈറ്റാണ്. അതിൻ്റെ അകത്ത് ഗോൾഡൻ ഗാലക്സിയിലൊക്കെ ഗോൾഡൻ ഫ്ലേക്സ് കൂടുന്നതുണ്ട്. അത് സ്ക്വയർ ഫീറ്റിന് 2000 രൂപ മേളിലൊക്കെ വിലയുള്ള അതിൻ്റെ ഗോൾഡ് ചിപ്സ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം 250 തൊട്ട് മേളിലോട്ട് കയറും. അതിൻ്റെ ആ ഗോൾഡൻ ചിപ്സ് അനുസരിച്ചാണ് വില. അപ്പം ഈ ഗോൾഡൻ ഗാലക്സി ആണെങ്കിലും ഇത് റോയായിട്ട് ഇത് ഡൈനമൈറ്റൊക്കെ ഇട്ട് പൊട്ടിച്ച് ഹോൾസ് കഴിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഗ്രനൈറ്റ് എടുക്കുന്ന വലിയ കഷ്ണം ക്രെയിനിലാണ് എടുത്ത് ലോറിയുടെ മേളിലോട്ട് വെക്കുന്നത്. ആ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ ഇത് വല്ലതും തിളങ്ങുന്നതാണ്. ഞങ്ങളുടെ അടുത്ത് ഇതുപോലൊരു സ്റ്റോൺ ഉണ്ട്, പ്രോസസ്സിങ് സെൻറ്റർ ഉണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. ഞങ്ങൾ ഇപ്പോഴും അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടുപേര് എഴുത്തെങ്കിൽ ബംഗ്ലാവ് എന്ന വീട്ടുപേര് അവിടെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് ആ കരിങ്കല്ല. നമ്മുടെ സാധാരണ ഒരു തമിഴനാ പറഞ്ഞത്, ആ തമിഴ്നാടിൻ്റെ ഓണർ താൻ പറഞ്ഞു ഇവിടുത്തെ കേരളത്തിലെ കരിങ്കല്ലുണ്ടല്ലോ ഇത് പോളിഷ് ചെയ്താൽ ഗ്രാനൈറ്റ് പോലെ ഇരിക്കും. ഒത്തിരി ഞങ്ങളുടെ ഒരു വിശ്വാസി തൻ്റെ വീട്ടിലൊക്കെ അത് വാങ്ങിച്ചു പറ്റി. ആ വിശ്വാസിയെ കണ്ടാണ് ഞങ്ങളും ഇതിൻ്റെ ഒരു ചെറിയ വില കുറവാണ്. 55 രൂപയാണ് പുള്ളി സ്ക്വയർ ഫീറ്റ് വാങ്ങിച്ചോളൂ. സാധാരണ നമ്മുടെ കേരളത്തിലെ കരിങ്കറ്റ് ഇച്ചിരി കൂടുതൽ പ്രോസസ്സ് ചെയ്യണം, ആ പോളിഷിങ് പ്രോസസ്സ്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിനൊരു രീതി പ്രോസസ്സ് ചെയ്ത് ഈ സാധാരണ നമ്മൾ കരിങ്കൽ ഈ സ്റ്റെപ്പിൻ്റെ അടിയിൽ കിടപ്പുണ്ട് കുറച്ച് കരിങ്കൽ വസ്തു വാങ്ങിച്ചപ്പോൾ അധികം വന്നത് അതെല്ലാം കൂടെ അതിൻ്റെ അടിയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം ഈ വെറുതെ നമ്മൾ തറയിൽ കളയുന്ന കരിങ്കല്ല് പോലും തിളങ്ങിയാൽ എന്തുവാ കുറേ പ്രോസസ്സിൽ കൂടി കടന്നു പോയാൽ ശോഭയേറിയതാവും, മുഖം കാണാം, അത് ഹല്ലേലൂയ ഭയങ്കര വിലയുള്ളതാവും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ലോക ജീവിതത്തിൽ ഈ പ്രോസസ്സ് നടക്കുക. ലോകമനുഷ്യർക്ക് കാണാൻ പറ്റത്തില്ല. അവർ നോക്കുമ്പോൾ ഞാൻ ചില കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നു. അവർ നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? നമുക്ക് എനിക്കും നിങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും നമുക്ക് ഒത്തിരി കഴിവുകളുള്ളതാണ്. പക്ഷെ കർത്താവ് അനുവദിക്കുന്നത് മാത്രമേ, ആത്മീയ വർധനം വരുന്ന ദൈവം അനുവദിക്കുന്ന ഏരിയയിൽ മാത്രമേ നമുക്ക് പോകുവാൻ കഴിയാത്തതുകൊണ്ട് നമുക്കെല്ലാം എന്തുണ്ട്? ലോക വിഷയത്തിൽ പരിമിതികളുണ്ട്. അതാദ്യം അങ്ങ് മനസ്സിലാക്കണം. പക്ഷെ ഒരു പ്രോസസ്സിൽ കൂടി ഞാൻ കടന്നു പോകുക, എന്നെ ശോഭയുള്ളതാക്കി തീർക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഈ ശോഭ വരുന്നുണ്ടോ അതോ പലപ്പോഴും മടുപ്പാണോ വരുന്നത്? രക്ഷിക്കപ്പെട്ടപ്പോൾ ഒന്ന് തിളങ്ങി, അന്ന് ആ തിളക്കം എല്ലാവരും കണ്ടതാണ്. ഇപ്പോഴെൻ്റെ മുഖത്തോട്ട് നോക്കിയാലോ എന്നെ സംസാരിച്ചാലോ എൻ്റെ പ്രാർത്ഥന കേട്ടാലോ എൻ്റെ ജീവിതം കണ്ടാലോ ഈ ശോഭ ഈ പ്രത്യാശ ഉണ്ടോ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, വേറൊരാളെ നോക്കണ്ട. നമ്മൾ കണ്ണാടി നോക്കി നമ്മളോട് തന്നെ ചോദിക്കും, അന്നത്തെ ആ ശോഭ എന്തുവാ സംഭവിച്ചത്? രക്ഷിക്കപ്പെട്ടപ്പോൾ ഇത്രയും ശോഭ ഉണ്ടായിരുന്നെങ്കിൽ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ വചനം അതിനാവശ്യമായി. ഇവിടെ ആർക്കും പറയാൻ പറ്റത്തില്ല എനിക്ക് വചനം തന്നില്ല. നമുക്ക് വചനം തന്നു, കൃപ തന്നു, ആത്മാവിൽ ബലം തന്നു, നമ്മൾ ഇത്രത്തോളം കരുതി വേണ്ടതെല്ലാം കർത്താവ് തന്നു. പക്ഷെ നമുക്ക് ഈ ഇസ്രായേൽ മക്കളെ പോലെ അത്യാഗ്രഹമായി പോയില്ലേ? ഈ ദൈവമക്കൾക്കൊക്കെ പലപ്പോഴും പറ്റുന്ന, ഇവിടെ ഇരിക്കുന്നവരെ പറ്റി മാത്രമല്ല ഞാൻ പറയുന്നത്, ദൈവമക്കൾക്കെല്ലാം പലപ്പോഴും പറ്റുന്നത് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുമ്പോൾ വീണ്ടും വേണം അവരെ പോലെ. ഇസ്രായേൽ മക്കളതല്ലേ പറഞ്ഞത്, ജാതികളെ നോക്കി അവരെ പോലായിത്തീരണം, ഇവരെ പോലായിത്തീരണം. അവിടാണ് അവർ ജീവിതത്തിൽ ക്ഷീണം വന്നത്. കർത്താവ് മാറിപ്പോയി, അവരെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നമുക്കറിയാം, ആ ചരിത്രം മുഴുവൻ നമുക്കറിയാം. അവർക്ക് പറ്റിയതുപോലെ, പുതിയ നിയമത്തിലെല്ലാം ഓർപ്പിക്കുന്നത് എന്തുവാ? ഇസ്രായേലിന് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ, ഇല്ലേ? യെസ്, 9ാമത്തെ വാക്യം. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. എങ്ങനെ ഇത് പറയാൻ പറ്റുന്നത്? ശരീരം വസിച്ചാലും, ഇത് തൻ്റെ ഫിലോസഫിക്കൽ പ്രസൻറ്റേഷൻ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ജീവിച്ചിരുന്നാലും മരിച്ചാലും എനിക്ക് എന്ത് ചെയ്യണം? കർത്താവിനെ പ്രസാദിപ്പിക്കണം. ജീവിച്ചിരിക്കുന്നതൊന്നും വിഷയമല്ല. പരിശുദ്ധാത്മാവോട് പറയുന്നു, ജീവൻ കർത്താവ് തരുന്നിടത്തോളം ആർക്കും ജീവനെ എടുക്കുവാനും കഴിയത്തില്ല, ഒരു മനുഷ്യനും കഴിയത്തില്ല. ജീവിച്ചിരിക്കുവാണെങ്കിലും ഇവിടെ എഴുതിയേക്കുന്ന ശരീരത്തിൽ വസിച്ചില്ലേലും കുഴപ്പമില്ല, എനിക്ക് എന്ത് ചെയ്യണം? കർത്താവിനെ എന്ന് വെച്ചാൽ അവസാന ദിവസം വരെ. ജീവനല്ല വിഷയം, ഈ ലോകത്തിലെ ജീവിതമല്ല വിഷയം. എന്തുവാ വിഷയം? കർത്താവിനെ പ്രസാദിപ്പിക്കണം, അതാണ് വിഷയം. ടു ബി ഫുള്ളി പ്ലീസിങ് ടു ഗോഡ്. നമ്മൾ കൊലോസ് ലേഖനം എടുത്താൽ, തെസ്സലോനിക്ക ലേഖനം എടുത്താൽ, അവിടെ എല്ലാം എന്തു എഴുതിയിരിക്കുന്നു? ദൈവത്തിന് പൂർണ്ണ പ്രസാദം. 1-2 വാക്യം പെട്ടെന്നൊന്ന് വായിക്കാം. കൊലോസ് ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. കർത്താവിനെ യോഗ്യമാകുവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണമെന്നും സകല സൽപ്രവർത്തനം. അത്രയും മതി. ഇതൊരു വലിയൊരു കണ്ടിന്യൂഷൻ ആയിട്ട് ഒത്തിരി മാറ്റങ്ങൾ അവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾ കർത്താവിന് എന്ത് ചെയ്യണം? യോഗ്യമാവണ്ണം പൂർണ്ണ പ്രസാദം. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് എൻ്റെ ഒരു ഏരിയ മാത്രം പ്രസാദമായാൽ പോരാ, എൻ്റെ എല്ലാ ഏരിയയും
ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എൻ്റെ പ്രവൃത്തികൾ, തീരുമാനങ്ങൾ എല്ലാം ദൈവത്തിന് പൂർണ്ണ പ്രസാദമായി. അതിനുവേണ്ടി താഴോട്ട് എഴുതിയിരിക്കുക എവിടെയൊക്കെ എൻ്റെ ജീവിതത്തിൽ മാറ്റം പറഞ്ഞു. മതി, ഒന്ന് തെസ്സലോനിക്കർ 4:1 വായിച്ചാട്ടെ. ഫസ്റ്റ് തെസ്സലോനിയൻസ് 4:1. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന്. ഇവിടെ എഴുതിയിരിക്കുന്ന ദൈവത്തിന് പ്രസാദം വണ്ണം നടക്കണം, അതിൽ വർദ്ധിച്ചു വരല്ലേ, എബൗണ്ട് ഇൻ പ്ലീസിങ് ഗോഡ്. ദൈവത്തിന് പ്രസാദം. ഇനി ഞാൻ ദൈവത്തിന് ഏതൊക്കെ ചില ഏരിയയിലൊക്കെ പ്രസാദമല്ലായിരുന്നു എന്ന് ഇനി മാറാനുണ്ടെന്ന് വിചാരിച്ചു. നാളെ എന്ത് ചെയ്യണം? ആ ഏരിയയിലൊരു മാറ്റം വരണം. അപ്പം ദൈവത്തിന് പൂർണ്ണ പ്രസാദമായിട്ട് അതിൽ വർദ്ധിച്ചു വരണം. ദൈവത്തിന് പ്രസാദമായി പൂർണ്ണ പ്രസാദമായി തീരുന്ന, നമുക്ക് തികഞ്ഞവരല്ലല്ലോ നമ്മളാരും, മനുഷ്യരല്ലേ. അപ്പോൾ ഓരോ ഏരിയകൾക്ക് വീണ്ടും മാറാൻ നമ്മുടെ സംസാരം, ചിന്ത, പ്രവൃത്തി, കർത്താവ് ഉള്ളെല്ലാം നോക്കുന്ന എക്സ്റേ കണ്ണുമായിട്ട് അല്ലേ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുമായിട്ട് എൻ്റെ ഉള്ള ചിന്ത, കാഴ്ചപ്പാട്, ഞാൻ എന്തിനാ ദൈവസന്ധി, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഉപവസിക്കുന്നത്, എല്ലാം കർത്താവ് കാണും. അതെല്ലാം എൻ്റെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമായി തീരണം. നമ്മൾ ഈ ആവശ്യമില്ലാതെ തരണേ 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 ഇങ്ങനെ ചെയ്യണേ ചെയ്യണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിന് പ്രസാദമാണ്. ഞാൻ പറഞ്ഞില്ല, ഉണ്ട് ആ കല്ലൂർ പള്ളിയുടെ ഫ്രണ്ടിൽ ചെന്നിക്ക് ഇങ്ങനെ കരഞ്ഞോണ്ട് മെഴുകുതിരിയും വെച്ചിട്ട് പിന്നെ ഇരുന്ന കാര്യം ഇങ്ങനെ പല രീതിയിൽ കരയുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അല്ലേ ഓടിക്കുന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന കരയുന്ന കാണും. അവരൊക്കെ എന്തിനാണ് കരയുന്നത്? തരണേ 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 തരണേ, എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരണേ സാധിച്ചു തരണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, സാധിച്ചു തരണേ സാധിച്ച്. നമ്മുടെയും പ്രാർത്ഥനയും ഉപവാസവും കർത്താവ് ഇങ്ങനെ ചെയ്തു തരണേ, ഇങ്ങനെ ചെയ്തു തരണം. എന്തുവാ വ്യത്യാസം? അവരുടെ ആത്മാവാണോ നമ്മുടെ ഉള്ളിലുള്ളത്? നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, നമ്മുടെ വിചാരം കേൾക്കുന്നു എന്ന്. സാത്താൻ റെഡിയാ, എന്തും ചോദിച്ചോ ഞാൻ തരാം. ഈ ലോകത്തിലെ വിഷയമാണോ? ഞാൻ തരാം. നിത്യജീവനെ ഉള്ളവൻ തരാൻ പറ്റാത്ത ബാക്കി എല്ലാവൻ എന്ത് ചെയ്യും? തരും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അവൻ തെളിവുണ്ടല്ലോ. യേശുവിനോട് പറഞ്ഞാലേ അവൻ തരും. അപ്പം അതൊക്കെ കിട്ടാൻ അവിടെ പോയാൽ മതി. ദൈവസന്നിധിയിൽ നമ്മൾ വന്നിരിക്കുന്ന എന്തിനാ? എനിക്ക് തരണേ 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 എന്നുള്ള പ്രാർത്ഥന, എനിക്ക് ഇങ്ങനെ ചെയ്തു തരണേ, കർത്താവെ എന്നെ സഹായിക്കണം. അല്ലല്ലേ, കർത്താവിനൊരൊറ്റ വിഷയമുള്ളൂ. പൗലോസ് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മേളത്തെ വാക്യത്തിൽ. ഞാൻ ജീവിച്ചിരുന്നാലും ഈ ശരീരം വിട്ടു പോയാലും അതെനിക്ക് വിഷയമല്ല. ജീവനുള്ളിടത്തോളം, അതിൻ്റെ അർത്ഥം എന്തുവാ? എൻ്റെ ശ്വാസം എൻ്റെ കഴുത്തിലുള്ളിടത്തോളം, എൻ്റെ ഹൃദയം ഇടുപ്പുള്ളിടത്തോളം ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യും? അത് പൗലോസിൻ്റെ തീരുമാനമാണ്. ആത്മാവിൽ താൻ ബലമേറ്റെടുത്ത് പറഞ്ഞതാ. ഇത് നമ്മുടെ തീരുമാനമായി തീരണമെങ്കിൽ നമ്മുടെ വാ കൊണ്ട് ഇത് പറയണം. നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ പ്രസംഗത്തിലും നമ്മുടെ പ്രബോധനത്തിലും നമ്മുടെ സാക്ഷ്യത്തിലും നമ്മളിത് പറയുമ്പോഴാണ്. ജീവനോട് ഇരുന്നാലും ഇരുന്നില്ലേലും എനിക്ക് വിഷയമല്ല. ജീവിച്ചിരിക്കുവാണെങ്കിൽ എന്തു ചെയ്യും? എൻ്റെ കർത്താവിന് ഇത് പറയണമെങ്കിൽ അഭിഷേകം വേണം. ഇത് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തണം. അത് പറയാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. സാത്താൻ ഒത്തിരി കാര്യങ്ങൾ ചെവി വന്നു, നിൻ്റെ ശരീരം അല്ല, നാളത്തെ കാര്യം, നാളത്തെ എന്തായി തീരും. ആ സമയത്ത് സാത്താനോട് എന്തു പറയണം? വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നില്ല, നീ സാക്ഷ്യ വചനത്താൽ നീ സാത്താനെ എന്ത് ചെയ്യും? ജീവിച്ചിരുന്നാലും സാത്താനെ, ലൂസിഫറെ, ജീവിച്ചിരുന്നാലും ജീവിച്ചിരുന്നേലും ഇല്ലേലും എനിക്ക് വിഷയമല്ല. പക്ഷെ ജീവിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? അവന് പൂർണ്ണ പ്രസാദമായിട്ട്, ഫുള്ളി പ്ലീസിങ് ഹിം. കൊലോസ്യത്തിൽ അങ്ങനെ എഴുതിയേക്കുന്നത് ഫുള്ളി പ്ലീസിങ് ഹിം. അതിന് വലിയൊരു അർത്ഥമുണ്ട്. അത് മനസ്സിലാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. 10ാമത്തെ വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. എന്നിട്ടാ പൗലോസ് സഭയെ ഓർപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, 1 കൊരിന്ത്യരിൽ ചില പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലിവിങ്ങിലുള്ള കുടുംബജീവിതം, സഭയുമായിട്ടുള്ള ബന്ധം, സഭയ്ക്കകത്തുള്ള ബന്ധം, പലവിധ പാപങ്ങൾ, ഇതൊക്കെയായിരുന്നു. ഇവിടെ 2 കൊരിന്ത്യൻസ് അല്ലെങ്കിൽ 2 കൊരിന്ത്യരിലേക്ക് വന്നപ്പോൾ അടുത്ത നെക്സ്റ്റ് ലെവലാണ്. അതേ മനുഷ്യൻ്റെ വളർച്ച, സ്വർഗത്തിന് വേണ്ടി ഒരുക്കുക. നാം എല്ലാവരും മനസ്സിലാകണം, ഒരു വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ കർത്താവിൻ്റെ ന്യായ വിസ്താരത്തിന് മുമ്പിൽ നിൽക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയേക്കുന്നത്. കർത്താവിൻ്റെ ന്യായ വിസ്താരത്തിന് മുമ്പിൽ നിൽക്കണം. അതിൻ്റെ അകത്ത് ഒരു വ്യക്തിയെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് പോലും ന്യായവിധിയുണ്ട്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്തില്ലെങ്കിൽ അതിന് ന്യായവിധിയുണ്ട്. അത്യാഗ്രഹം പോലുള്ള ജഡിക സ്വഭാവങ്ങൾ വന്നാൽ, അത്യാഗ്രഹം, എന്നെ ഇപ്പം നടത്തുന്നതിൽ തൃപ്തിയില്ലാതെ എനിക്ക് കൂടുതൽ വേണമെന്ന് പ്രാർത്ഥിച്ചാൽ, ഈ വക പ്രവർത്തിക്കുന്നവർ, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഒരു വലിയ ലിസ്റ്റ് വന്നിട്ട് പറയുക, ഈ വക പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യം എന്ത് ചെയ്യത്തില്ല? ഒരു പെന്തിക്കോസുകാരും അത്യാഗ്രഹമുള്ളവർ എവിടെ പോകത്തില്ല. ദൈവദാസനും വിശ്വാസി, തിരുവചനമാണ് പറയുന്നത്. ഞാനത് എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാനും ഭയന്നിരിക്കണം. അത്യാഗ്രഹം എൻ്റെ ഉള്ളിലും വരാം, നിങ്ങളുടെ ഉള്ളിലും വരാം. പോ പിശാചേ എന്ന് പറയണം, ഇല്ലേ? എന്നിട്ട് കർത്താവ് എന്നെ എങ്ങനെ നടത്തുന്നോ, ആത്മീയമായിട്ട് ക്ഷീണിച്ചാൽ
കണ്ണുനീരോടുകൂടി ഉപവാസത്തോടും ഇരുന്നോണം. കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് അകാഹളം ഊന്നെങ്കിൽ. അപ്പം നമ്മളെല്ലാവരും ന്യായവിസ്താരത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാ, മറന്നു പോകല്ലേ. ന്യായവിസ്താരത്തിൽ എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ, നമുക്കെല്ലാം അറിയാം. ഹീബ്രു 4:13. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം. കർത്താവിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സർവവും കർത്താവിന് മുമ്പിൽ എങ്ങനെയാ? എവ്രിതിങ് ഈസ് ക്ലിയർ. എൻ്റെ മനസ്സിൽ കൂടി പോകുന്ന എല്ലാ ചിന്തകളും. അതിപ്പോൾ ആരാധന സമയത്ത് ഇരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ അത് ഓർക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടണം. കർത്താവ് കാണുന്നല്ലോ. എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. സഹോദരങ്ങളെ ഒന്നും ഭയപ്പെടണ്ട. ഈ സഹോദരനും അവിടെ പോയി ദൈവത്തിന് മുമ്പിൽ നിൽക്കണം മുട്ടുപറച്ചോണ്ട്. ഈ ദൈവദാസനും അവിടെ പോയി നിൽക്കണം യേശുവിൻ്റെ മുമ്പിൽ. പൗലോസ് പറയുവാ, നാം എല്ലാവരും, പൗലോസും അവിടെ പോയി നിൽക്കണം. അറിയാം, എല്ലാവരും ആദ്യ മനുഷ്യനായ ആദാമും എവിടെ പോയി നിൽക്കണം. ദൂതന്മാർക്ക് വരെ എന്തുണ്ട്? എല്ലാവർക്കും ന്യായവിധിയുണ്ട് എന്ന് വചനം പറഞ്ഞു. നിങ്ങൾ ദൂതന്മാരെ വിധിക്കേണ്ടവരല്ലയോ? അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട്? ന്യായവിധിയുണ്ട് എന്ന് മറന്നു പോകല്ലേ. ഈ ന്യായവിധിയെപ്പറ്റി ഒരു കാര്യം കൂടെ, ആ 4-ാമത്തെ അധ്യായം അവനുമായിട്ടല്ലോ. അതാണ് എനിക്ക് വലിയ വിഷമം. പല കാര്യത്തിലും നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ട്രാൻസ്ലേഷനിൽ ആ നല്ല അർത്ഥം ഒറിജിനൽ അർത്ഥം ഇല്ലാതാക്കുക. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന ഇറ്റ് ഈസ് ടു ഹിം ദറ്റ് വി ഹാവ് ടു ഗിവ് അക്കൗണ്ട്. അവനുമായിട്ട് കണക്ക് പറയേണ്ട. ന്യായവിസ്താരത്തിൽ നാം എല്ലാവരും അവിടെ നിൽക്കണം, ഭയപ്പെടണം എന്നൊക്കെ 2-3 സ്ഥലത്ത് ഓർപ്പിച്ചിട്ട് അവനുമായിട്ട്. ഞാൻ POC ബൈബിളിൽ ഞാൻ ഇന്നലെ അറിഞ്ഞുകൊണ്ട് ഒന്ന് റെഫർ ചെയ്തപ്പം നാം കണക്ക് ബോധിപ്പിക്കേണ്ടത് അവിടുത്തെ സന്നിധിയിലല്ല ആണ്. എത്ര ക്ലിയറാണ്. അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ബൈബിൾ തന്നെ എടുക്കുന്നതല്ല. ഇടയ്ക്ക് നമ്മളൊന്നും എടുത്ത് വായിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഇവിടെ എറർ ഉള്ളിടത്തൊക്കെ അവിടെ ഒത്തിരി, ഞാൻ പറയില്ല, ഹിന്ദു ബ്രാഹ്മിൻസും പല ആൾക്കാരും ഭാഷാ പണ്ഡിതന്മാരൊക്കെ ആയിരുന്നു. ഒരു പെട്ടെന്ന് നടന്നൊരു ട്രാൻസ്ലേഷൻ ടീമായിരുന്നു. പഴയൊരു റംബാനച്ചൻ്റെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വന്നപ്പോഴുണ്ട് എല്ലാവരും ഒന്ന് ആത്മീയരല്ലാഞ്ഞുകൊണ്ട് അവരത് കുറച്ചുകൂടി മനോഹരമാക്കിയതായിരിക്കും. ഭാഷയിൽ മനോഹരമാക്കിയപ്പോൾ സംഭവിച്ചെന്തോ, ചില ഏരിയയിലൊക്കെ അർത്ഥം അങ്ങ് പോയില്ല. അവനുമായിട്ടല്ലോ കാര്യം. കർത്താവുമായിട്ടൊരു ബന്ധം, അത്രയും അവനുമായിട്ടുള്ള കാര്യം. അതല്ല, അവനോട് കണക്ക് പറയേണ്ട ദിവസം. പിള്ളേർക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്തുവാ? നമ്മൾ ഈ കണക്ക് ചോദിക്കുന്നില്ലേ? നിങ്ങളൊക്കെ പിള്ളേരെ കാശ് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ കണക്ക് ചോദിക്കും ഇല്ലേ? ചില പേരൻസ് കണക്ക് ചോദിക്കത്തില്ല. കണക്ക് ചോദിച്ചില്ലെങ്കിൽ എന്തുവാ? നമ്മളും ഒരു ദിവസം കണക്ക് മറന്നുപോയാൽ എന്തുവാ? അതവരുടെ പോക്കറ്റിൽ കിടക്കും. ചില കഴിയുമ്പോൾ എൻ്റെ പിള്ളേർ പറയുന്നത് ഇങ്ങനെ, ഞാനിങ്ങനെ പോക്കറ്റിൽ നോക്കിയപ്പോഴാണ് എനിക്ക് കാശ് കണ്ട്. അവരുടെ പോക്കറ്റിൽ കണ്ട കാശ് പിന്നെ അവരുടെയാ. സോഫിയ പണ്ടേ കല്യാണം കഴിച്ച് പറയുക, തുണി അലക്കാൻ വാഷിംഗ് മെഷീൻ്റെ അകത്ത് കാശ് കിട്ടിയാൽ അതാണ്. ഞാനതുകൊണ്ട് എന്ത് ചെയ്യും, ഓരോ പ്രാവശ്യവും അലക്കുന്നതിന് മുമ്പേ ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യുമ്പോൾ മറന്നു പോയിട്ടുണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം അറിയാതെ ഇച്ചിരി കിട്ടി. അത് പിന്നെ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാക്കി അതിൻ്റെ അകത്തൊന്ന് മുക്കാലിങ് വാങ്ങിച്ചു, കാല് കൊടുത്തു. ചെറിയ എമൗണ്ടൊക്കെയാണ് മുഴുവൻ. അപ്പോൾ ഞാനിപ്പോഴും ചെക്ക് ചെയ്യും. കാരണം എന്തുവാ, പോക്കറ്റിൽ കിടന്നാൽ കണക്ക് ചോദിച്ചില്ലെങ്കിൽ, ഈ കണക്ക് ചോദിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ പിള്ളേരൊക്കെ വലുതായൊക്കെ വരുമ്പോഴനുസരിച്ച് ചിലപ്പോൾ ഇച്ചിരി കണക്കുകളൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്. ഈ പോകുന്ന വഴിക്ക് അവർ പറയുന്നത് വെയിൽ കൊള്ളുമല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ജ്യൂസ് കുടിച്ചു എന്നൊക്കെ കണക്ക് ചോദിക്കുമ്പോൾ പറയുന്നത്. കണക്ക് ചോദിച്ചില്ലെങ്കിൽ ആരും അറിയത്തില്ല. അപ്പോൾ കർത്താവ് അങ്ങനെ വിടത്തില്ല. ഒരു പേരൻസ് പോട്ടെ, ജ്യൂസ് കുടിച്ചു, മോനാലെ പോയപ്പോൾ ഒന്ന് വിശന്ന് കഴിച്ചു, പോട്ടെ. കർത്താവ് എന്ത് ചെയ്യും? ഓരോ വിഷയത്തിനും കണക്ക് ചോദിക്കും. ന്യായവിധി ദിവസം എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട് കണക്ക് സെറ്റിൽ ചെയ്യുന്ന ദിവസമാണ്. ഈ കമ്പനിയുമായിട്ട് കണക്ക് സെറ്റിൽ ചെയ്താൽ പോലും എത്ര പേരാണെന്നറിയാം അക്കൗണ്ടൻസും ബാക്കിയുള്ളവരൊക്കെ പുറത്താകുന്നത്. ബാങ്കിലെ ഞങ്ങൾക്കൊരു എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, പപ്പയുടെ ഒരു കസിൻ സിസ്റ്റർ. SBIയിലെ സ്റ്റേറ്റ് ബാങ്കിലെ വലിയ ശമ്പളമൊക്കെ കൊടുക്കുന്ന മെയിൻ ബ്രാഞ്ചിലെ ഹെഡ് ക്യാഷ്യർ ആയിരുന്നു ഒത്തിരി വർഷങ്ങൾ. പുള്ളിക്കാരത്തി പറയുന്ന മിക്കവാറും കാശ് പോകും. ഈ അവർ എണ്ണി അങ്ങോട്ട് കൊടുക്കും. ഇപ്പം കുറേയൊക്കെ കൗണ്ടിങ് മെഷീൻ വന്നല്ലോ. പണ്ട് അത്രയും കൗണ്ടിങ് മെഷീൻ ഇല്ലാഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ ഇവർ കൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഒന്നുകൂടെ കൗണ്ടിങ് മെഷീൻ തിരിച്ചും മറിച്ചും ഒക്കെ കിട്ടും. ചിലപ്പോൾ ഈ നോട്ട് ഒട്ടിയിരിക്കും. പണ്ട് ഈ കൗണ്ടിങ് മെഷീൻ ഉണ്ടായിരുന്ന കാലത്തും ഇല്ലാഞ്ഞ കാലത്തും ഒക്കെ ക്യാഷ്യറിൻ്റെ കയ്യിൽ നിന്ന് അവസാനം ബാങ്ക് ക്ഷമിക്കത്തില്ല. ക്യാഷ്യറിൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയെങ്കിൽ പോക്കറ്റിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്യണം? അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അതുകൊണ്ടാണ് നമുക്ക് 2 മണി വരെ അല്ല 4 മണി വരെയൊക്കെ ഉള്ളല്ലോ പബ്ലിക് ടൈം. ബാക്കി 2 മണിക്കൂർ 3 മണിക്കൂർ അവർക്ക് പിന്നെയും ജോലിയുണ്ട്. 8 മണി വരെ ഉണ്ട് പല ദിവസങ്ങളും പല ബാങ്കിലും. അപ്പോൾ ബാക്കിയുള്ള സമയം എന്തുവാ, അവരവരുടെ സീനിയർ ഓഫീസേഴ്സുമായിട്ടും കമ്പ്യൂട്ടറുമായിട്ടും സെർവറുമായിട്ടും ഒക്കെ കണക്ക് സെറ്റിൽ ചെയ്ത് അവരുടെ ട്രഷറിയിൽ കൊണ്ട് ലോക്കറിൻ്റെ അകത്ത് കൊണ്ട് ഇതെല്ലാം ബാലൻസ് എന്ത് ചെയ്യണം കൊണ്ട് കണക്ക് നഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? അവരോനെടുത്ത് അത് റീപേ ചെയ്യണം. കർത്താവുമായിട്ട് കണക്ക് ഒരു വിഷയത്തിന് വിട്ടുവീഴ്ച ഇല്ലാത്ത കർത്താവ്.
കർത്താവിൻ്റെ സ്വഭാവം മനസ്സിലാകണം. യേശുവിൽ കൂടെയുള്ള കൃപയല്ലേ പുതിയ നിയമ ഭക്തരെ അറിഞ്ഞിട്ടുള്ളൂ. യഹോവയായ ദൈവത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ പഴയ നിയമ ഭക്തരോട് ചോദിക്കണം. അതിന് മോശയാണേലും കർത്താവിനത് വിഷയമല്ല, ദാവീദാണേലും കർത്താവിനത് വിഷയമല്ല. ജദീദ, ബിലവഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രിയൻ എന്ന് വിളിച്ച ശലോമോനാണ്. ഇതുവരെയും അവനെപ്പോലൊരു അഭിഷേകമുള്ളവനും ജ്ഞാനിയുള്ളവനും ഇതുപോലൊരു കപ്പാസിറ്റി ഉള്ളവനും ഇന്നേ വരെ ജനിച്ചിട്ടില്ല. ദൈവം കൊടുത്ത കപ്പാസിറ്റിയാണ്, ദൈവം കൊടുത്ത ആരോഗ്യം ശിംശോൻ്റെ മേൽ. ഇതൊക്കെ അഭിഷേകത്തിൻ്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ ദ ബെസ്റ്റ്, അതൊന്നും കർത്താവിന് വിഷയമല്ല. അനുസരണക്കേട് വന്നാൽ അതിന് എബ്രഹാമാണേൽ പോലും നമ്മൾ ബൈബിളിൽ കണ്ടതാണ്. മോശയോട് എന്തുവാ പറഞ്ഞ, നീ കണ്ടോ ദൂരയിൽ നിന്ന് ഒരിച്ചിരി വിട്ടുവീഴ്ച. 80 വർഷം ആ ശുശ്രൂഷയ്ക്ക് കളഞ്ഞ്, ഒരായുസ് മുഴുവൻ ഒരിച്ചിരി വിട്ടുവീഴ്ച. 2 അടി കൊടുത്തു, കാല് തല്ലി ഓടിച്ചാണേലും, നീ ഞൊണ്ടിയാണേലും കുഴപ്പമില്ല, നീ അവിടെ ചെന്നോന്ന് പറയേണ്ട മോശയുടെ ഫീലിംഗ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത്രയും കഷ്ടം സഹിച്ച് ഈ ജനത്തിൻ്റെ പെറുവെപ്പ് ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെയാണ് എപ്പോഴും പൊട്ടിത്തെറിച്ചു പോകും. ഞാനൊക്കെയാണ് കല്ലെടുത്ത് പാറയിലല്ല അവരുടെയൊക്കെ കോരമൊക്കെ ഫ്രണ്ടിൽ വന്നിരുന്ന് വെല്ലുവിളിച്ചപ്പം തലക്കടിച്ചു പോയനെ. അതുപോലെ ഭ്രാന്ത് പിടിപ്പിച്ചു. ഇതല്ലേ സാധനം. ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുക ഗാസയിൽ. നമ്മൾ ന്യൂസിൽ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഗാസയിൽ ഇപ്പോഴും അവർ പറഞ്ഞിരിക്കുന്ന ആ ഒളിഞ്ഞ് പാർക്കുന്ന മുഴുവൻ എണ്ണത്തിനെ പിടിക്കാതെ അവർ തീരത്തില്ല. അവർ കടലിലെ വെള്ളം പമ്പ് ചെയ്ത് ഇതിൻ്റെ അകത്തോട് കയറ്റുന്നു, വിഷവായു കയറ്റുന്നു. അവർ കൊന്നുകൊണ്ടിരിക്കുക, തീരത്തില്ല. ഈ ജനമല്ലേ സാധനം. കർത്താവ് തന്നെ തോറ്റിട്ട് പറഞ്ഞു, ദുഷ്ടാട്ടിയ ജനം. യേശു കർത്താവ് നേരിട്ട് വന്ന് അവരെ ഒന്ന് രൂപാന്തരപ്പെടുത്താൻ നോക്കിയിട്ട് അവസാനം 11 പേരെ വിശ്വസ്തമായിട്ട് കിട്ടിയുള്ളൂ. 11 പേരെ, വെറും 11 പേരെ ആ ഹോൾ യെരുശലേമിൽ നിന്ന് അല്ല ഇസ്രായേലിൽ നിന്ന് കർത്താവിന് കിട്ടിയുള്ളൂ ആ കാലഘട്ടത്തിൽ. ഞാൻ പറഞ്ഞത് അതാണ് ഈ സാധനം. അവരുടെ അടുത്ത് മോശ ഇത്രയെങ്കിലും സൗമ്യനായിട്ട് നിന്നല്ലോ. കർത്താവിന് ഒരു വിട്ടു. അതാണ് യഹോവയായ ദൈവത്തിൻ്റെ സ്വഭാവം. പിന്നെ എന്നെയും നിങ്ങളെയും വിടുവോ കർത്താവ്? അവനുമായിട്ട് കണക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മലയാളം ബൈബിൾ തന്നെ ഇവിടെ POCയിൽ എഴുതിയേക്ക്, നാം കണക്ക് ബോധിപ്പിക്കേണ്ടത് അവിടുത്തെ സന്നിധിയിലാണല്ലോ. ഇതിനൊക്കെ ഒത്തിരി ഞാനതിനെ തെറ്റായ പഠിപ്പീരുകൾ എന്നേ പറയത്തുള്ളൂ. 7 ന്യായവിധികളുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. റിച്ചാർഡ് ജോൺസൺ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ തൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതി. താൻ കുറേ നാളായിട്ട് ആൾക്കാരെ പഠിപ്പിക്കുക 7 ന്യായവിധികൾ. ദൂതന്മാരുടെ ന്യായവിധി, ആ ന്യായവിധി, ഇസ്രായേൽ വേറെ ന്യായവിധി, ദൈവമക്കൾക്ക് വേറെ ന്യായവിധി, കുറേ ന്യായവിധി, ദൈവമക്കളുടെ പ്രവൃത്തികളുടെ ന്യായവിധി എന്നൊക്കെ പറഞ്ഞ് താൻ പറയും. ചില തിയോളജിയൻസ് അതിനെ 5 ന്യായവിധിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പഴയ ദൈവദാസന്മാരൊക്കെ അതിനെ 3 ന്യായവിധിയായിട്ടൊക്കെ പഠിപ്പിക്കും. ഓരോ ജാതികളെ വേറെ ന്യായവിധിക്കും, യഹൂദന്മാരെ വേറെ ന്യായവിധിക്കും, ദൈവമക്കളെ വേറെ ന്യായവിധിക്കും എന്നായിരിക്കും അവർ പറയുന്നത്. അവരെടുത്തിരിക്കുന്ന വാക്യങ്ങൾ ഇതാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ. വെളിപ്പാട് ദിവസം 20-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്ന വെള്ള സിംഹാസന ന്യായവിധി, മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ 25-31 എഴുതിയിരിക്കുന്ന തേജസ്സുള്ള സിംഹാസനത്തിൻ്റെ ന്യായവിധി, ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ അവിടെ എഴുതിയേക്കുന്ന ജ്വലിക്കുന്ന അഗ്നി, അവൻ്റെ സിംഹാസനം അഗ്നിജ്വാല, അങ്ങനെയാണ് അവിടെ മലയാളം ബൈബിളിൽ എഴുതിക്കുന്നത്. അവൻ്റെ സിംഹാസനം, അപ്പോൾ ജ്വലിക്കുന്ന ഫയറി ത്രോൺ, ദ വൈറ്റ് ത്രോൺ, ദ ത്രോൺ ഓഫ് ഗ്ലോറി എന്നൊക്കെ പറഞ്ഞ് തിയോളജിയൻസ് അതിനെ 3ആയിട്ട്. നമുക്ക് തിരുവചനം പഠിപ്പിക്കുമ്പോൾ 3ഉം 5ഉം 7ഉം ഒന്നും നമുക്ക് കാണത്തില്ല. നമുക്ക് ആ അവസാനത്തെ ദിവസം, ആ ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറയാൻ കാരണം ഇത് അല്ലാതെ തന്നെ മഹാപീഡന കാലത്ത് തന്നെ കർത്താവ് എന്ത് നടത്തുന്നുണ്ട്? ന്യായവിധി നടത്തുന്നുണ്ട്. ഈ മഹാപീഡനകാലവും കഴിഞ്ഞിട്ട് 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് ചാൻസ് കൊടുത്തിട്ടാണ് ന്യായവിധി, ശരിക്കുള്ള ന്യായവിധി. അതുകൊണ്ടാണ് ഓൺ ദാറ്റ് ഡേ, ആ ദിവസം, ആ നാൾ എന്നൊക്കെ എഴുതിയിരിക്കുമ്പോൾ നമുക്ക് ചില വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിക്കാൻ നമുക്ക് മനസ്സിലാകുവാൻ. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ന്യായവിധി ദിവസത്തിൽ, അപ്പോൾ ഒരു ന്യായവിധി ദിവസം പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ മത്തായി സുവിശേഷം തന്നെ. എൻ്റെ 10-ന്റെ മാത്യു 10:14-15. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിനെ കൂടി തട്ടിക്കളയും. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സൊദോമിന്റെയും ഗൊമോറയുടെയും ദേശത്തിന് സഹിക്കാവതാകുമെന്ന് ഞാൻ സത്യമായിട്ട്. ന്യായവിധി ദിവസത്തിൽ ജാതികളുടെ ന്യായവിധി വേറെ, യഹൂദന്മാരുടെ വേറെ. സൊദോം ഗൊമോറയെ പറ്റിയല്ലേ പറയുന്നത്? അല്ലെങ്കിൽ അവർക്ക് സഹിക്കുന്നതിനേക്കാൾ കഷ്ടമായ ന്യായവിധിയാണ് മറന്നു പോകാത്ത ന്യായവിധി ദൈവം വായിക്കും. അപ്പം പഴയ നിയമം, പുതിയ നിയമം, ഇനി ദൂതനാണേലും അല്ലെങ്കിൽ കർത്താവിൻ്റെ ന്യായവിധി, ദാറ്റ് ഗ്രേറ്റ് ഡേ എന്ന് വരെയും ബൈബിളിൻ്റെ അകത്തിരുത്തുണ്ട്. ആ മഹാദിനം ദൈവഭയത്തോടുകൂടി നമ്മൾ ഓർക്കേണ്ട ഒരു ദിനമാണ്. റോമാലേഖനം, നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം, റോമാലേഖനം 2:16, റോമൻസ് 2:16. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യ
ആ നാളില്ലേ, ഇംഗ്ലീഷിലൂടെ എഴുതിയേക്കുന്ന ഓൺ ദാറ്റ് ഡേ ഓഫ് ജഡ്ജ്മെന്റ് എന്നാണ് റോമാലേഖനം 2-ാം അധ്യായം. ആ നാളിൽ ദൈവം ന്യായം വിധിക്കുന്ന ആ നാൾ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. എബ്രായ ലേഖനത്തിൻ്റെ അകത്തെ വാക്യം ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. എബ്രായ ലേഖനം 9:27 അവിടെ എഴുതിയേക്കുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിക്കുകയും മനുഷ്യർക്ക്. മരണം കഴിഞ്ഞ് എന്തുണ്ട്? ഒരിക്കൽ മരിക്കുകയും ഒരിക്കൽ ന്യായവിധി എന്നല്ല എഴുതിയേക്കുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്തുണ്ട്? ന്യായവിധി ഉണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചു, 2:16. ഫിലിപ്പിയൻസ് 2:16. ഞാൻ ഓടിയതും അധ്വാനിച്ചതും ഒന്നും വെറുതെ ആയില്ലെന്ന്. ക്രിസ്തുവിൻ്റെ നാളിലെ ആ നാള്, ക്രിസ്തുവിൻ്റെ നാള്. ഞാൻ നിങ്ങളെ വചനം പഠിപ്പിച്ച എല്ലാ വാക്യവും എടുക്കുന്നില്ല. പുതിയ നിയമ ലേഖനമൊക്കെ പഠിച്ചപ്പോൾ കുര്യാക്കോസ്, അത് നമ്മൾ പെട്ടെന്ന് അച്ഛന്മാർ അല്ലെ യാക്കോബുകാർ പറയും, നമുക്കൊരു അല്ലെ എല്ലാവർക്കും ഉണ്ട്, കാത്തലിക്സിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് വേറൊന്നുമല്ല, സുറിയാനി ഭാഷയിൽ, കൽദയ ഭാഷയിൽ ദ ഡേ ഓഫ് ദ ലോർഡ്. കുര്യാക്കോസ് എന്ന് പറഞ്ഞാൽ കർത്തൃ ദിവസം, അത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസം, ആ നാൾ, ദൈവത്തിൻ്റെ ആ നാൾ, ദാറ്റ് ഗ്രേറ്റ് ആൻഡ് ഫൈനൽ ഡേ ഓഫ് ജഡ്ജ്മെന്റ്. അത് പല രീതിയിലാണ് എഴുതിയേക്കുന്നത്. അപ്പം കർത്തൃ ദിവസം, കുര്യാക്കോസ് അല്ലെങ്കിൽ കർത്തൃ ദിവസം, ആ നാൾ, ദൈവത്തിൻ്റെ ആ നാൾ എന്ന് ഇവിടെ എല്ലാം ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിലൂടെ നമ്മൾ വായിച്ചപ്പോൾ ഓർക്കുന്നു. ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഈ കർത്താവിനെ ക്രൂശിച്ച 7 ആണിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിടെയൊക്കെ ഭയങ്കര, സ്റ്റേറ്റൊക്കെ വിട്ട് കഴിഞ്ഞാൽ, കേരളമൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രസംഗ വിഷയമാണ്. അതൊരു വലിയ കൺവെൻഷൻ എടുത്തില്ലെങ്കിൽ, ഞാൻ നിങ്ങളെ ഒന്നും ഓർപ്പിച്ചതാണ്. ഒരു ദൈവദാസൻ എന്നോട് വന്ന് ചോദിച്ചു, പാസ്റ്ററെ ശരിക്കും എത്ര ആണിയാണ്? കാര്യം വേറൊരിടത്ത് കേട്ടപ്പോൾ 5 ആണിയുടെ കാര്യം പുള്ളിയും കേട്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ 5ഉം 7ഉം കേട്ടില്ല. 7 അവിടെ എല്ലാം പ്രസംഗിക്കുന്നുണ്ടെന്ന് കേട്ടു. നമ്മളിതൊന്നും കേൾക്കാൻ പോയി ഇരുന്ന് കൊടുക്കുന്നു. 7 ആണി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുവാ പുള്ളി 7 ആണി പറഞ്ഞു? പുള്ളി പറഞ്ഞു 7 ആണിയുണ്ട്, വിശ്വാസം, ദൈവസ്നേഹം, ഏതാണ്ടൊക്കെ ഇങ്ങനെ സ്ഥാപിച്ച് 7 ആണി. 7 എല്ലാവർക്കും ഇഷ്ടമാണ്. 7 പൂർണ്ണത പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു. 7 ആണി, 5 ആണി, 3 ആണി. 3 ആണി പറഞ്ഞാൽ, അല്ലെങ്കിൽ അതുകൊണ്ട് 3 എന്ന് പറഞ്ഞാൽ പിന്നെ അത് എന്താക്കും അവർ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആക്കും. ഈ തുരുമ്പ് പിടിച്ച ആണിയാണോ വിഷയം? അന്ന് കർത്താവിനെ അടിച്ച ആണി എന്നേ തുരുമ്പ് പിടിച്ച് കാണും. ഇവിടുത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഐറ്റംസ് ഇപ്പോഴേ തുരുമ്പ് പിടിച്ചല്ലോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലൊന്നും അല്ല, ഇത് പച്ച ഇരുമ്പല്ലേ ആണി. അപ്പോൾ ഈ തുരുമ്പ് പിടിച്ച ആണിയാണോ വിഷയം? ഇനി ടാബർനാക്കിൾ പഠിപ്പിക്കുമ്പോൾ പോലും നല്ലതാണ് അതിൻ്റെ കതിരമരം, നമ്മുടെ ജഡീക സ്വഭാവത്തെ പറ്റി അറിയാനും അതിൻ്റെ ചില ആത്മീയ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാൻ നല്ലതാണ്. പക്ഷേ നമ്മൾ അതേ കയറി അതിന്, ഞാൻ ഏറ്റവും കൂടുതൽ ടാബർനാക്കിളിൻ്റെ ക്ലാസ് കേട്ടാളും പല ഭാഷകൾ കേട്ടാളും, കാരണം ഞങ്ങൾക്കും പിന്നെ ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടും ടാബർനാക്കിളിൻ്റെ ഞാൻ തന്നെ തടിയിലൊരു മോഡലൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് എനിക്കിപ്പോഴും കാണാപ്പാടുമാണ്. മണലൊക്കെ വെച്ച് നല്ല ഗോൾഡൻ പെയിൻറ്റൊക്കെ അടിച്ച് ഞാനതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി. ഞങ്ങളുടെ ചെങ്ങന്നൂർ ചെറിയനാടുണ്ടായിരുന്ന ട്രെയിനിങ് സെൻറ്ററിൽ അവിടെ പിള്ളേരെ പഠിപ്പിക്കാൻ, സാർമാർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്ത മോഡലാണ്. എല്ലാം നന്നായിട്ട് ഉണ്ടാക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പം ആ ഫ്രണ്ടിലുള്ള 5 തൂണ്, അകത്തുള്ള 4 തൂണ്, ദേവദാസന്മാർ ഉടനെ അത് എന്താക്കും? 5. നമുക്കെല്ലാം ഇഷ്ടമാണ് അങ്ങനെ. ഈ 140 ഹുക്ക്, 50 കർട്ടൻ ഹുക്ക്, 10 ഇങ്ങനെ, അല്ലെങ്കിൽ ചുറ്റിനുമുള്ള ഇത്രയും തൂണ്. നമ്മൾ ഈ ഞാൻ പറഞ്ഞ എക്കണോമിക്സും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സും ബിസിനസ് മാനേജ്മെൻറ്റും ഒക്കെ പഠിക്കുന്ന പിള്ളേർക്കറിയാം ഇന്നതിനുള്ള 5 പോയിൻറ്റ്. ഇപ്പം നമ്മൾ ഏത് കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞാൽ കുടുംബജീവിതം നന്നായിട്ട് നിൽക്കാനുള്ളൊരു 5 പോയിൻറ്റ് ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. ഈ 3, 5, 7 പോയിൻറ്റ്സ് ഒക്കെ കേൾക്കുന്ന നമുക്ക് ആ പ്രസംഗത്തിനൊരു കൊഴുപ്പാ, കേട്ടിരിക്കുന്നവർക്ക് ഒരു രസമാണ്. അതിനുവേണ്ടി ചുമ്മാതി ന്യായവിധിയുടെ കാര്യത്തിനും പിടിച്ചിട്ട് 3 ന്യായവിധി, 5 ന്യായവിധി, 7 ന്യായവിധി ഒന്നും ആക്കല്ലേ. തിരുവചനം വായിക്കുമ്പോൾ ഒരു വാക്യം കൂടി വായിക്കാം, വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയേക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 31-ാമത്തെ വാക്യം, ആക്ട്സ് 17:31. ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശു നിമിത്തം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാൻ ദൈവം ഒരു ദിവസം, ഗോഡ് ഹാസ് ഫിക്സ്ഡ് എ ഡേ. വളരെ വ്യക്തമായിട്ടല്ലേ എഴുതിയേക്കുന്നത്. ആ ദിവസത്തെ പറ്റിയാണ് തേജസ്. സത്യമാ ഭക്തന്മാർ ദാനിയേൽ കാണുമ്പോഴും യോഹന്നാൻ കാണുമ്പോഴും അപ്പോസ്തലൻ എഴുതുമ്പോഴും ഓരോരുത്തർ അതിനെ വർണ്ണിക്കുക. ആ തേജസ്സുള്ള സിംഹാസനം, ആ വെള്ള സിംഹാസനം, വെള്ളയല്ലേ കംപ്ലീറ്റ് വിശുദ്ധി, തേജസ് പിന്നെ കറുത്താണോ ഇരിക്കുന്നത്? ആ വെള്ള സിംഹാസനം, ആ സ്തോത്രം, ആ ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. നല്ല കർത്താവിൻ്റെ മുടിയൊക്കെ നരച്ചോണ്ടല്ല വെളുത്തത്, തേജസ് നിമിത്തമായി യോഹന്നാൻ കണ്ടത് എന്തുപോലെ? ഹിമം പോലെ, പഞ്ഞി പോലുള്ള കളർ, തൻ്റെ വസ്ത്രം, തൻ്റെ തേജസ്. നമ്മുടെ കണ്ണിനൊന്നും താങ്ങുവാൻ കഴിയാത്ത സ്വർഗീയ ശരീരത്തിൽ ആ തേജസ് കാണുവാൻ കഴിയത്തുള്ളൂ.
പത്രോസ് മറുരൂപമലയിൽ അല്പമായിട്ട് യേശു ഒന്ന് തേജസ്കരിക്കപ്പെടുന്നത് കണ്ടപ്പോൾ അവിടെ നിന്നവരെല്ലാം എന്ത് ചെയ്തു? താഴെ വീണു. തേജസ് നമ്മുടെ ഈ ശരീരത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണുവാൻ കഴിയത്തില്ല. അപ്പോൾ അല്പം തേജസ് കണ്ടതാണ് മോശ. അല്പം തേജസ് കണ്ടപ്പോൾ തൻ്റെ മോഹം കൂടി തേജസ്സിനാൽ നിറഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് ആ ദിവസം, പ്രൈസ് ലോർഡ്, ദൈവം ന്യായം വിധിക്കുന്ന ദിവസം. ഇവിടെ സഭയെ ഓർപ്പിക്കുക, നമ്മളെല്ലാവരും ആ ദിവസത്തിൽ 10-ാമത്തെ വാക്യം തിരിച്ച് 2 കൊരിന്ത്യർ 5-ാം അധ്യായം വേഴ്സ് 10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനെ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാണ്. എബ്രായ ലേഖനത്തിൽ ഇതിനോട് ചേർന്ന് നമ്മൾ വായിച്ച പോലെ അന്ന് അവനുമായിട്ട് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമാണ്. മറന്നു പോകല്ലേ, സഭയോട് ഓർപ്പിക്കുക, ദൈവഭയത്തോടുകൂടി നിങ്ങളായിരിക്കണം. നമുക്ക് എന്തെങ്കിലും ഈ കൃപായുഗമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അനുസരണക്കേടും കാണിച്ചിട്ട് അവിശ്വസ്തരായി തീർന്നിട്ട് വേണ്ട പോലെ കർത്താവ് പറഞ്ഞതുപോലെ നിൽക്കുവാൻ കഴിയാതെ, സോറി കർത്താവേ, എന്തുവാ ഒറ്റയടിക്ക് ക്ഷമിക്കണമേ, കർത്താവെ പറ്റിപ്പോയി, മനുഷ്യനല്ലേ, എന്ത് ചെയ്യണം, ക്ഷമിക്കണമേ, അടുത്ത പ്രാവശ്യം ഞാൻ നോക്കാം. പിന്നെയും എന്ത് ചെയ്യും, അടുത്ത ദിവസവും ഇത് തന്നെ. ദിവസത്തിൻ്റെ അവസാനമായി കർത്താവ്, ഇന്ന് എനിക്ക് കർത്താവിന് വേണ്ടി വിശ്വസ്തമായിട്ട് നിൽക്കുവാൻ, കർത്താവ് ഹാലിന് വേണ്ടി സംസാരിക്കുവാൻ കഴിഞ്ഞില്ല. മറ്റുള്ളവരോട് കർത്താവ് പറഞ്ഞപ്പോൾ, ആത്മാവ് പ്രേരിപ്പിച്ചപ്പോൾ, അവരോട് യേശുവിനെ പറ്റി പറയുവാൻ കഴിഞ്ഞില്ല. ഫാമിലി ഗ്യാതറിങ് അല്ലെ, ആൾക്കാരെല്ലാം ഒന്നിച്ച് കൂടിയപ്പോൾ അവരെ കളിയാക്കും എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, മിണ്ടാതിരുന്നു. ക്ഷമിക്കണമേ. കൃപായുഗമായതുകൊണ്ട് കർത്താവ് ക്ഷമിക്കും. പക്ഷെ ആ നാളിൽ എന്ത് ചെയ്യും, കാഹളം ഊതിയാൽ വിസിലടിക്കുന്ന പോലെ. ടീച്ചർ എക്സാം കഴിഞ്ഞു, വിസിലടിച്ചാൽ പിന്നെ എന്തുവാ, പിന്നെ എഴുതിയിട്ട് കാര്യമില്ല. ഓട്ടമാണേലും എന്തൊരു വിഷയം, വിസിലടിച്ചാൽ ദ ഗെയിം ഈസ്, പിന്നെ ഗോൾ വല്ലതും അടിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ആ വിസിലാണ് ഈ കാഹളത്തിൻ്റെ ശബ്ദം. പിന്നെ നമ്മൾ ക്ഷമ ചോദിച്ചിട്ടും കാര്യമില്ല, പിന്നെ ഒന്നും കാര്യമില്ല. അതുകൊണ്ട് സഭയെ ഓർപ്പിക്കുക, നമ്മളെല്ലാവരും അന്ന് ന്യായവിധി കർത്താവിന് മുമ്പിൽ നിൽക്കേണ്ടതാണല്ലോ. 15-ാമത്തെ വാക്യം, ഭയപ്പെടേണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷികളിൽ വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. ഒന്നും അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല എന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ട് ഇവിടെ വീണ്ടും ഓർപ്പിക്കുക. ആകയാൽ 10-ാമത്തെ വാക്യം ന്യായവിധിയെപ്പറ്റി പറയുന്ന വാക്യത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അന്ന് കർത്താവുമായിട്ട് കണക്ക് പറയേണ്ട ദിവസമാണ്. ഇവിടെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതും അറിഞ്ഞുകൊണ്ട് ചെയ്തതും, ദൈവം എന്നോട് പലവട്ടം ഇടപെട്ടിട്ടും ഞാൻ ലോകത്തെ സ്നേഹിച്ചും കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിന് അധികം പ്രാധാന്യത കൊടുക്കുക. ദൈവത്തെ ഭയമില്ലാത്തതുകൊണ്ടല്ലേ. അടിയെ ഭയമുണ്ട് പിള്ളേർ എന്ത് ചെയ്യും? ഈ ചില ടീച്ചേഴ്സ് അടിച്ച് പൊട്ടിക്കും. ഇപ്പം പാടില്ലല്ലോ അങ്ങനെ അടിക്കാൻ, അടിച്ച് പൊട്ടിക്കും. ആ വടി അകത്തോട്ട് കയറിപ്പം വടി ഇരിക്കുന്ന ഭാഗത്ത് ഉയർന്നിരിക്കുന്ന 2 ഭാഗം പഴുക്കും. അങ്ങനെ അടിക്കും. അടിക്കുന്ന കാലത്തിൽ കൂടെയല്ലേ നമ്മളൊക്കെ വന്നത്. കൊണ്ടിട്ടുള്ളവർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, പേരൻസിൻ്റെ ഇതും കൊണ്ടിട്ടുണ്ട്. എൻ്റെ പപ്പ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലപോലെ അടി കൊണ്ട് വളർത്തും. അടി നല്ലപോലെ അടിക്കുന്ന സാറുമാരുടെ അസൈൻമെൻറ്റ് പിള്ളേർ എന്ത് ചെയ്യും, വേറൊന്നും ചെയ്തില്ലേ, രാത്രി ആവുമ്പോഴെങ്കിലും ഒരു ബോധോദയം ഉണ്ടാകും. പിന്നെ പാദരാത്രിക്ക് ഇരുന്നാണേലും എന്ത് ചെയ്യും, ആ അസൈൻമെൻറ്റ് കാര്യം രാത്രി ആവുമ്പോഴേ ചില പിള്ളേർ പറഞ്ഞു, അയ്യോ ടീച്ചർ എന്നെ അടിക്കും, നാളെ എന്നെ പുറത്ത് നിർത്തും ആൾക്കാരുമേ. കാര്യം എന്തോ ഇച്ചിരി പേടിയുണ്ട്. നമുക്ക് ദൈവത്തെ പേടിയില്ലാത്തതുകൊണ്ടാണോ? നമ്മളോട് തന്നെ ചോദിക്കാം. ഈ സാത്താൻ നമ്മുടെ ഉള്ളിൽ ഹൗവയോട് പറഞ്ഞ പോലെ, കുഴപ്പമൊന്നും പറ്റത്തില്ല, നീ ആ ഫലം കഴിച്ചു മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു. ചുമ്മാ കർത്താവ് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് നമുക്ക് പേടിയില്ലാത്തതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ കാര്യത്തിന് പ്രാധാന്യത കൊടുക്കുക, നമ്മുടെ വിഷയവും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പേടിയില്ലാത്തതുകൊണ്ടല്ലേ നമ്മളെ വിളിക്ക് നമ്മൾ പ്രാധാന്യത കൊടുക്കാത്ത. ആ കോളിംഗ് ഒന്നും അല്ല നമുക്ക് വിഷയം, മിനിസ്ട്രി ഒന്നും അല്ല, നമുക്ക് എല്ലാവർക്കും ഒരു ശുശ്രൂഷ ഉണ്ടല്ലേ. പേടിയില്ലാതായി പോകുന്നതാണോ? അതുകൊണ്ട് ഇവിടെ സഭയോട് പറയുക, ഭയപ്പെടുവീൻ. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നില്ലേ, യെസ് ദ ടെറർ ഓഫ് ദ ലോർഡ്. ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് വെറും ഫിയർ എന്നല്ല എഴുതിയേക്കുന്നത്. പ്രൈസ് ലോർഡ്, ഉഗ്രകോപം. ഭയപ്പെടുവിൻ, ടെറർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹൊറർ, ടെറർ, ആ ഒരു പദമാണ് ഇവിടെ ഉപയോഗിച്ചത്. വെറും ഫിയർ അല്ല. അവനെ എന്ത് ചെയ്യണം, സീരിയസ്. ഞാൻ ആരുടെ മുമ്പിൽ ആ നാൾ നിൽക്കാൻ പോകുന്നതെന്ന് എന്ത് ചെയ്യണം, ഇപ്പോഴേ ഒന്ന് ഓർക്കാൻ വിവരം വേണം, ബുദ്ധി വേണം. അല്ലെങ്കിൽ നമ്മുടെ ഉൾക്കണ്ണുകളൊന്ന് പ്രകാശിക്കണം. ദ ഫിയർ ഓഫ് ദ ലോർഡ് എല്ലായിടത്തും. അതുകൊണ്ടാണ് ഭക്തന്മാർ എഴുതുമ്പോൾ സങ്കീർത്തനക്കാരനെല്ലാം പറയുന്നത് എന്തുവാ, ഞാൻ ദൈവത്തിനു മുമ്പ്, ഞാൻ വെറും ഒരു മനുഷ്യനാണ്. ദാവീദ് പറയുക, ദാവീദ് ചുമ്മാതെ സമയം കിട്ടിയപ്പോഴൊന്ന് ബാൽക്കണിയിൽ പോയി എത്തി നോക്കിയതാ. ദാവീദിൻ്റെ പാപം അറിയാമല്ലോ. വെല്ലോൻ്റെയും ഭാര്യ അവനെയും കൊന്നിട്ട് എടുത്ത് ആ മോനും ദൈവം ന്യായം വിധിയാൽ കൊന്ന്. അന്നത്തെ ദിവസം എത്ര പേരാണ് ഇസ്രായേലിൽ മരിച്ചത്? ദാവീദിന് പിന്നെയും തോന്നി ആൾക്കാരെ ഒന്ന് എണ്ണാൻ. അന്നത്തെ ദിവസം പിന്നെയും എത്ര പേരാണ് ഇസ്രായേലിൽ മരിച്ചത്? ഇതൊക്കെ ബൈബിളിൽ എഴുതിയിട്ടില്ലേ?
എന്തുവാ സംഭവിച്ചത്? ഇടയ്ക്ക് പെട്ടെന്നൊന്ന് ദാവീദിനറിയാം, ദാവീദ് അടി കൊണ്ടതാണ് ദൈവത്തിൻ്റെ ഇത്. ദാവീദ് കമന്ന് വീണിട്ടുണ്ട്, ദൈവസ്ഥ നെടുമ്പാട് വീണിട്ടുണ്ട്. ദാവീദിനറിയാം ദൈവം അടിക്കുന്നവനാണ്. പക്ഷേ ഇടയ്ക്ക് ഈ പിശാച് ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഈ ഭയമില്ലാതാക്കി കളയും. ഈ ലോകം ഉള്ളിൽ കയറിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ വിചാരം ഈ ലോകമെല്ലാം നമുക്ക് സപ്പോർട്ടിനുണ്ടെന്നില്ലേ? കർത്താവ് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, നിന്നെ സഹായിക്കുന്നവനെ ഞാൻ ആദ്യം എന്ത് ചെയ്യും? അടിക്കും. ഇസ്രായേലിനെ പറ്റിയാണ് പറഞ്ഞത്. നിന്നെ സഹായിക്കുന്ന ഫറോനോ അമാലേക്കരോ മിസ്രൈമോ വല്ലതും ഉണ്ട്, അവനെ ഞാൻ ആദ്യം എന്ത് ചെയ്യും? അടിക്കും. അവനും വീഴും, നീയും വീഴും. നിങ്ങളുടെ വീഴ്ച വലുതായിരിക്കും, ലോകം അത് കാണും. അപ്പം സഹായം ദൈവത്തിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ ലോകത്തിൻ്റെ ബലം എനിക്കുണ്ടല്ലോ, ലോകത്തിന് എനിക്ക് ദൈവം സഹായിച്ചില്ലെങ്കിൽ ഇവിടെ എനിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജോലി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സമ്പാദ്യമുണ്ടല്ലോ, വസ്തു ഉണ്ടല്ലോ, എന്തെങ്കിലും കുടുംബം കൂടെ ഉണ്ടല്ലോ, എനിക്ക് രാഷ്ട്രീയ കോണ്ടാക്റ്റ് ഉണ്ടല്ലോ. അല്ല, ദൈവം കണ്ടിട്ടുണ്ടോ നിന്നെ? ഈ സഹായങ്ങളൊന്നും വില പോകത്തില്ല. ദൈവം സഹായിക്കാതെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല? ദൈവത്തെ ഭയക്കണം. ഇവിടെ കൊരിന്ത്യ സഭയോട് അത് പറയുക, നമ്മളോട് ഇന്ന് പകൽക്കാലം പറയുക. 11-ാമത്തെ വാക്യം എത്ര വ്യക്തമായിട്ട് ദൈവത്തെ എന്ത് ചെയ്യണം? ഭയക്കണം. സദൃശവാക്യത്തിൽ നിന്ന് ഒരു വാക്യം പെട്ടെന്ന് വായിക്കാം. സദൃശവാക്യം Proverbs 16:6, 16:6. ദയയും വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. യഹോവ ഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ടകലുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് one departs from the evil because of the fear of the Lord. ഇല്ലേ? The fear of the Lord, and by the fear of the Lord one departs from evil. ദോഷം, evil, പാപം ചെയ്യുവാൻ, ലോകം സ്നേഹിക്കുവാൻ, ലോകത്തിന് വേണ്ടി ജീവിക്കുവാൻ, അത് ഞാൻ വിട്ടകലുന്നതിൻ്റെ കാരണം എന്തുവാ? ദൈവത്തെ ഭയപ്പെടുന്നു. മൂർഖനെ കാണുന്ന ഭയമല്ല, സിംഹത്തെ കാണുമ്പോൾ പേടിക്കുന്ന ഭയമല്ല, സ്നേഹം കൊണ്ടുള്ളൊരു ഭയമാണ്, ബഹുമാനം കൊണ്ടുള്ളൊരു ഭയമാണ്. ഞാൻ ഹല്ലേലൂയ സ്നേഹിച്ച് ഭയപ്പെടുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ പാപം ചെയ്യുവാൻ എനിക്ക് കഴിയാൻ പാടില്ല. സ്നേഹം കൊണ്ടാണ്. ആ കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക എന്നെ, ആ കർത്താവിൻ്റെ മുമ്പിൽ ഒരു അനുസരണക്കേട് ചെയ്യുവാൻ എനിക്ക് കഴിയത്തില്ല. കാരണം ഞാൻ കർത്താവിനെ എന്ത് ചെയ്യുന്നു? ഭയക്കുന്നു. ശിക്ഷയുടെ ഭയമല്ല, സ്നേഹവും ബഹുമാനത്താലുള്ള ഭയമാണ്. നിങ്ങളത് മനസ്സിലാക്കണം. അയ്യോ, ഞാൻ എന്ത് ചെയ്യാനും ഇതിൻ്റെ സ്നാനപ്പെടുകയും ചെയ്തു, എനിക്ക് മറ്റുള്ളവരുടെ കൂട്ടി ജീവിക്കാനും പറ്റത്തില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് മറ്റുള്ളവരുടെ കൂട്ട് അങ്ങോട്ട് ആഡംബരത്തിലും അങ്ങോട്ട് സ്റ്റൈലിലും നടക്കാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാനാണ്? ഞാനൊട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിലും ചേർന്നു. അങ്ങനെ വല്ലതും ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, സഭ പറയുന്നതിനല്ല ഭയപ്പെടുന്നത്. അപ്പം സഭ വിട്ട്, ദൈവമക്കൾ വിട്ട് ദൂരെ നമുക്ക് എങ്ങനെയും ജീവിക്കാം എന്നാണോ അതിൻ്റെ അർത്ഥം? തോന്നിയ പോലെ ജീവിക്കാം എന്നാണോ അതിൻ്റെ അർത്ഥം? കാണുന്ന സഭയൊന്നും അല്ല നിങ്ങളെ സഹായിക്കുന്നത്. പാസ്റ്ററിനൊന്നും നിങ്ങൾക്ക് രക്ഷ തരാൻ കഴിയത്തില്ല, സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഞാനും നിങ്ങളും ഒരുപോലെ ഭയപ്പെടേണ്ടതാ. കേൾക്കുന്ന വചനം ഇന്നിവിടെ എത്ര വ്യക്തമായിട്ടാണ് എഴുതിയേക്കുന്ന, ഭയം നിമിത്തം നീ ദോഷം വിട്ടകലുന്നു. ദൈവത്തെ ഭയപ്പെടുന്ന കർത്താവിനും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഒക്കെ പത്രോസും യോഹന്നാനും ധൈര്യമായിട്ട് പുരോഹിതന്മാർ, ഞങ്ങൾ മനുഷ്യനെയാണോ ഭയപ്പെടേണ്ടത്, ദൈവത്തെയാണോ ഭയപ്പെടേണ്ടത്? നിങ്ങൾ പറ. അവർക്ക് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തു. അവർ പറഞ്ഞു ചെയ്യല്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഞങ്ങളോട് പറഞ്ഞു പ്രസംഗിക്കാൻ. നിങ്ങളെ ഭയപ്പെടണോ, ദൈവത്തെ ഭയപ്പെടണോ? ഗവൺമെൻറ് നിയമങ്ങൾ ഭയപ്പെടണോ, ദൈവത്തെ ഭയപ്പെടണോ? ഞാൻ പറഞ്ഞില്ലേ, നിയമങ്ങളൊക്കെ മാറും, കേരളത്തിലും മാറും. 10 പേര് ഒന്നിച്ചിരുന്ന് ആരാധിക്കാൻ പാടില്ല, 20 പേര് ഒന്നിച്ചിരുന്ന് ആരാധിക്കാൻ പാടില്ല, കൊച്ചു കൂട്ടങ്ങളൊക്കെ ആയിട്ട് മാറും. സോ ചിലപ്പോൾ വീട്ടിലിരുന്ന് ആരാധിക്കേണ്ടി വരും. ഇങ്ങനെ പ്രെയർ ഹോൾസ് ഒന്നും ചിലപ്പം കാണാൻ പറ്റാതൊക്കെ ഇരിക്കും. ആ സമയത്ത് നമ്മുടെ ആരാധന നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കർത്താവുമായിട്ട് നിങ്ങൾ കാണുന്നില്ലെങ്കിലും പൗലോസ് ഈ അധ്യായത്തിൽ ഓർക്കുന്നില്ലേ, ഞാൻ ഉള്ളിൽ ദൈവത്തോട് ഞാൻ അടുക്കുന്നു. മാനുഷിക ഭയം ഈ സദൃശവാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. മാനുഷിക ഭയം എന്തുവാ? ഒരു കെണിയാണ്. കണിയെന്ന നമ്മുടെ ട്രാൻസ്ലേഷനിൽ അറിയാതെ എഴുതി പോയിരിക്കുന്ന പഴയ അച്ഛൻ പുതിയ ട്രാൻസ്ലേഷനൊക്കെ മാറ്റിയിട്ടുണ്ട്. മാനുഷിക ഭയം എന്തുവാണ്? ഇറ്റ്സ് എ സ്നേർ, ഒരു കെണിയാണ്. മനുഷ്യനെ ഭയപ്പെട്ടാൽ നീ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. അവരെന്തു പറയും, അവരെന്ത് ചിന്തിക്കും, നിനക്ക് ദൈവത്തെ പ്രസാദിക്കുവാൻ കഴിയത്തില്ല. ഈ സഭയോട് അപ്പോസ്തലനായ പൗലോസ് ഇന്ന് പകൽക്കാലം നമ്മളോടും കർത്താവ് പറയുന്ന ദൈവത്തിന് പൂർണ്ണ പ്രസാദമായിട്ട് തീരുവാൻ, അതായിരിക്കണം നമ്മുടെ ഭാരം. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എത്രത്തോളം കർത്താവെ ആ മാറ്റം, ദൈവം ആഗ്രഹിക്കുന്ന മാറ്റം എന്നിൽ വന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന മാറ്റം നമ്മൾ വരുവാൻ, പൂർണ്ണ പ്രസാദമായിട്ട് ജീവിക്കുവാൻ, ദൈവത്തെ ഭയത്ത് ദോഷം വിട്ടകലുവാൻ. അന്ന് ഒരു കണക്ക് പറയേണ്ട ഒരു ദിവസം വരുന്നുണ്ട്. ഞാൻ അന്ന് കണക്ക് പറയുമ്പോൾ എൻ്റെ ഭാര്യ കാണത്തില്ല, പോയിന്റ് പറഞ്ഞുതരാൻ. എൻ്റെ മക്കൾ കാണത്തില്ല എന്നെ സഹായിക്കാൻ. എൻ്റെ അപ്പനും അമ്മയും കാണത്തില്ല, പാസ്റ്ററും കാണത്തില്ല, സഭയും കാണത്തില്ല. ഇതൊക്കെ താൽക്കാലിക ബന്ധമല്ലേ. ഈ ബന്ധമൊക്കെ ആത്മീയമായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യാൻ ഇടയായി തീരട്ടെ. നമ്മൾ അന്ന് നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടത്. വിറയ്ക്കും, എൻ്റെ മുട്ടാടും.
എക്സ്ക്യൂസ് പറയാൻ നാവ് പൊങ്ങത്തില്ല. ഇടിമിന്നൽ പോൽ ശബ്ദം. ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. ബാംഗ്ലൂരിലുള്ള പോലെ തന്നെ വിശാഖപട്ടണത്തുണ്ട് നമുക്ക് മൃഗങ്ങളുടെ കൂടൊക്കെ കുറേയൊക്കെ. അപ്പോൾ അവിടെ ഈ സിംഹത്തെ ഇട്ടിരിക്കുന്ന സ്ഥലം വെറും ഒരു കിടങ്ങിൻ്റെ അപ്പുറത്താണ്. ആ കിടങ്ങിൻ്റെ അകത്ത് വെള്ളവും ഇല്ലായിരുന്നു. സിംഹത്തിന് സുഖമായിട്ട് വേണം ഇങ്ങോട്ട് ചാടാൻ. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. ഒരു കനാല് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അവിടെ ഞങ്ങൾ അപ്പുറത്ത് നോക്കിയപ്പോൾ, ഞാനും സോഫിയ ആസി നോക്കിയപ്പോൾ ഒരു എല്ലുതൂറി സിംഹം. ഞങ്ങൾ ആ പോയ സമയത്ത് പകലായിരുന്നു, ഇച്ചിരി വെയിലായി, വനത്തിനകത്തോട്ട് ഇങ്ങനെ നടക്കട്ടെ, ആരും അധികം ഇല്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അപ്പോൾ ആ സിംഹത്തിന് അവിടെ നിന്ന് ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങോട്ട് ചാടും. ആ സിംഹത്തെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, അയ്യോ എല്ലുതൂറി സിംഹം, അവൻ്റെ എല്ലെല്ലാം പുറത്ത് കാണാം. ഇതൊന്നും ഈ ഗവൺമെൻറ് അല്ലേ, ഇവർക്ക് കാശൊക്കെ കിട്ടും, ഒരാടിനെയൊക്കെ കൊടുക്കാനായിരിക്കും ഫണ്ട് കിട്ടുന്നത്. ഇവരൊരു ആടിൻ്റെ കാല് പോലും കൊടുക്കത്തില്ല. ആ സിംഹത്തേക്കാൾ പ്രായമുണ്ട് സിംഹം. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. നമ്മുടെ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞ സിംഹത്തെ ഒന്ന് പ്രൊവോക്ക് ചെയ്തു, ഒന്ന് ചൊറിഞ്ഞു. പല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പുറത്തിരുന്ന് കാണിച്ച് ആ സിംഹത്തെ ഒന്ന്, ആ ഉറങ്ങിക്കിടക്കുന്ന സിംഹം ഒന്ന് തല പൊക്കി. കുറച്ച് നേരമായി ഞങ്ങൾ എന്നെ അനോ ചെയ്യുന്നു എന്ന് മനസ്സിലായി. ഒരു ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ ഇപ്പുറത്തിരുന്ന് ആ വയസ്സനായ പല്ല് പൊഴിഞ്ഞ സിംഹം എന്ന് വിചാരിച്ച സിംഹം ഒരു ശബ്ദമുണ്ടാക്കിയപ്പോൾ ഇങ്ങനെ അടുത്തായിരുന്നേ. ഈ ആൾക്കാർ പലപ്പോഴും ഈ സിംഹത്തിന് മുമ്പ് വീണിട്ട് കുഴിക്കാത്തവന് എന്തുകൊണ്ട് ഇറങ്ങി ഓടിയില്ല? നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു ആനയുടെ മുമ്പിൽ ആ മനുഷ്യൻ, അവന് ആ സുഖമായിട്ട് ആ മനുഷ്യൻ ഇറങ്ങി ഓടിക്കൂടായിരുന്നു. അയാൾ തെന്നി പിന്നെ അങ്ങ് വീണെടുത്ത് കിടന്ന് ഉരുളുക. ഇവരൊക്കെ വനത്തിലെ ആൾക്കാരാണ്, വനം വെട്ടിപ്പിടിച്ചും വനത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനൊന്നും ആനയെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആന വന്ന വരവും ഉണ്ടാക്കിയ ശബ്ദത്തിലും ആ വ്യക്തി എന്ത് ചെയ്തു? ട്രാങ്കുലൈസ്ഡ്, അല്ലല്ലോ, മരവിച്ചു പോയി. ഇതുപോലെ ഇത് വെറും ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഒരു സിംഹത്തിൻ്റെ ആനയുടെ കാര്യമാണ് ഞാനീ പറഞ്ഞു. ഇടിമുഴക്കം, കർത്താവിൻ്റെ ശബ്ദത്തെപ്പറ്റി ബൈബിളിൽ എന്തോ എഴുതിയിരിക്കുന്നത്? ഇടിമുഴക്കത്തോടു കൂടിയുള്ള ശബ്ദത്തിൽ. നമുക്ക് ഊഹിക്കാൻ പറ്റി. നമ്മൾ ഇടിയെ കേട്ടിട്ടുള്ളല്ലോ, ഇതൊന്നും അല്ല. കർത്താവ് ഒരു ചോദ്യം ചോദിക്കും, സാംസ, നമ്മൾ ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട്, നിനക്ക് ഞാൻ അവസരം തന്നു, നിനക്ക് ഞാൻ വേണ്ടതെല്ലാം തന്നു, ഓരോ ദിവസവും നീ എനിക്ക് വേണ്ടി വിശ്വസ്തമായിട്ട് നിന്നോ, ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്തോ എന്ന് ചോദിച്ചാൽ. അതുകൊണ്ട് യജമാനൻ വരുമ്പോൾ യജമാനൻ്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ, എൻ്റെ നാവ് പൊങ്ങത്തില്ല. ഇവിടെയൊക്കെ എക്സ്ക്യൂസ് പറയാൻ നമ്മൾ 100 നാവാണ്, നമുക്ക് നാവ് പൊങ്ങത്തില്ല. കർത്താവ് ഇനി എന്തെങ്കിലും ഞാൻ കള്ളത്തരം പറഞ്ഞാൽ പോലും സ്ക്രീനിൽ കാണിക്കും. ഇല്ലേ, വെളിപ്പാട് പുസ്തകത്തിൽ ആ വലിയ സ്ക്രീൻ കാണുന്നുണ്ട്. അയ്യോ, എല്ലാവരുടെ മുമ്പിൽ, നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ എൻ്റെ ജീവിതം എന്ത് ചെയ്യും? നിങ്ങളുടെ ജീവിതം സ്ക്രീനിൽ കാണിക്കും, ലോകം മുഴുവൻ. എന്നിട്ട് കർത്താവ് ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ്, അതിന് അപ്പീലില്ല, അതിന് മേൽക്കോടതിയില്ല. കർത്താവ്, ഞാൻ സ്വർഗത്തിൽ പോണോ വേണ്ടായോ, ഞാൻ പൂർണ്ണമായാൽ, സമ്പൂർണ്ണമായാൽ, വിശ്വസ്ത ദാസി എന്നുള്ള വിളി കേട്ടാൽ മാത്രമേ എനിക്ക് എന്ത് പ്രാപിക്കുവാൻ കഴിയൂ? ദൈവത്തോടു കൂടി നിത്യമായി വസിക്കാം. അതുകൊണ്ട് ചെറിയ കാര്യമല്ല, ഒരു ഭയം വേണം. ദ ടെറർ ഓഫ് ദ ലോഡ്. ഹല്ലേലൂയ. നിങ്ങൾ ആ ന്യായവിധി ഓർത്ത് 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു നിർത്തി. അവിടേക്ക് നിങ്ങൾക്കൊരു ഭയം വേണം, ദൈവഭയം. നമ്മൾ ഈ ദിവസങ്ങൾ ഭരിക്കട്ടെ. നമ്മുടെ ജീവിതം പ്രത്യേകതയോടുകൂടി കർത്താവിന് പൂർണ്ണ പ്രസാദമായി തീരട്ടെ. ദൈവം അതിനുവേണ്ടി നമ്മളെ സഹായിക്കും.